ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആയിരുന്നു ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ഈ 434 ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത് ആൻഡ് യൂണിക് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത് ഒരു 350 to 390 ക്വസ്റ്റ്യൻസ് ആണ് ഈ സബ്ജക്റ്റിൽ ആസ് എ ഹോൾ വരാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലായി. ആൻഡ് ഇതിൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫണ്ടമെന്റലിൽ ഒരു 100 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. ആൻഡ് ഫൗണ്ടേഷൻ ഓർ ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ബേസ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നേരെ ഈ 100 ക്വസ്റ്റ്യൻ അല്ല ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തിലോട്ട് കിടക്കുകയാണ്? ഇതിനേക്കാളും ബേസിലോട്ട് കിടക്കുകയാണ്. അതായത് ഈ 100 ക്വസ്റ്റ്യൻസ് ഇരുന്നോട്ടെ, അത് നമുക്ക് ചെയ്യാം. അതിൽ യൂണീക്ക് ആയിട്ട് വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ആൻഡ് പിന്നെ അതിനുശേഷം വരുന്നത് നമുക്ക് ഇങ്ങനെ ഓർഡറിൽ പോകാം. മാക്സിമം 350 390 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും സോൾവ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവർക്കും ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന സമയത്ത് ഈ ക്ലാസ് കാണുന്ന എല്ലാ സ്റ്റുഡൻസിനും മനസ്സിലാക്കാൻ വേണ്ടി, അതായത് ഒരു ബേസ് സെറ്റ് ചെയ്യണം നമ്മൾ. ഓക്കെ, ഇനിയുള്ള ചാപ്റ്ററുകളിൽ ഞാൻ പറയുന്ന കീവേഡുകളോ അല്ലെങ്കിൽ ഒരു ഫ്ലോ ഒക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കുവോ അങ്ങനെ ആലോചിക്കുവോ എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ ഈ ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഈ സബ്ജക്റ്റിന്റെ സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്റ്റോറി വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റോറിയിൽ നിന്ന് ബിൽഡ് ചെയ്ത് നിങ്ങളും തിങ്ക് ചെയ്യുക നല്ലപോലെ. ഇപ്പൊ തൽക്കാലത്തിന് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയലൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് സമാധാനത്തിലിരിക്കുക. ഓക്കെ, കയ്യിലൊന്നും വെക്കേണ്ട. പേപ്പറും പേനയും എന്തൊക്കെയുണ്ട് അതിനൊക്കെ ഒന്ന് മാറ്റി ടേബിളിന്റെ മുകളിൽ കയ്യും കെട്ടിയിരുന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു കഥ കേൾക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒന്ന് മൈൻഡിൽ തിങ്ക് ചെയ്യുക, ഞാൻ എന്താണ് പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക. നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് ആൻഡ് ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഓക്കെ, എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം? ഒരു സ്റ്റേഷനറി ഷോപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേഷനറി ഷോപ്പ് ഓണ്ടർപ്രണർ ആവണമെന്ന് വിചാരിക്കുകയാണ്. ഒരു സ്റ്റേഷനറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പൊ ഈ ബിസിനസ് തുടങ്ങുന്നവിടെ നിന്ന് തൊട്ട് അത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകുന്നത് വരെയുള്ള ഒരു 5-6 ട്രാൻസാക്ഷൻസ് പറയാം. ആൻഡ് അതും നമ്മളുടെ ഈ സബ്ജക്റ്റുമായിട്ട് എന്താ ബന്ധം എന്നുള്ളത് നോക്കാം. നമ്മൾ ഈ ബേസ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബേസ് എന്ന് വരണ്ടേ. ഇപ്പൊ ഒരാൾ ബിസിനസ് ചെയ്യുന്നവിടെ നിന്നാണ് നമ്മളിത് തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, ആള് പുതിയൊരാളാണ്, സ്റ്റേഷനറി ഷോപ്പ് ന്യൂ ഓണർ. ഓക്കെ, പുതിയൊരാളാണ്. ആ ആള് ആ ബിസിനസ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? മിസ്റ്റർ എ ഓർ ബി സി ഓർ വാട്ട് എവർ, എ എന്നാണെന്ന് വിചാരിക്കുക. മിസ്റ്റർ എ എന്ന് പറയുന്ന ഒരാള് സ്റ്റേഷനറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റേഷനറി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണ്? ആൾക്കൊരു കട വേണം, കടയിൽ കുറെ സാധനങ്ങൾ വേണം. ആൻഡ് ഈ കടയും സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് വേണം. ശരിയല്ലേ? അപ്പൊ ആള് ബിസിനസ്സിലോട്ട്, ആളുടെ കയ്യിലുള്ള കുറച്ച് ക്യാഷിനെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണെന്ന് വിചാരിക്കുക. ബിസിനസ്സിലോട്ട് ക്യാഷ് കൊണ്ടുവരുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. മിസ്റ്റർ എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്യാഷ് കയ്യിലുണ്ടായിരുന്നു, കുറച്ച് ക്യാഷ് അച്ഛൻ വന്നു, എല്ലാം കൂടി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നു വിചാരിക്കും. ഓക്കെ, ബിസിനസ്സിലോട്ട് ആൾക്ക് ഇപ്പൊ എന്ത് കിട്ടി? ഒരു 1 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. ഇനി മനസ്സിലാക്കേണ്ടത്, ഈ 1 ലക്ഷം രൂപ വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യാണ്? ആള് കട, സ്വന്തം കടയല്ല, വാടകയ്ക്കുള്ള കടയാണെന്ന് വിചാരിക്കുക. ഒരു ഷോപ്പ് ഉണ്ട്, മിസ്റ്റർ എക്സിന്റെ ആയിരുന്നു ആ ഷോപ്പ്. എക്സിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, ഈ കട റെന്റിന് എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എക്സ് പറയാണ്, ഓക്കെ സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങാനല്ലേ, ഞാൻ തരാന്ന് പറയുന്നു. എക്സ് എന്നിട്ട് എയിനോട് ആവശ്യപ്പെടുകയാണ്. എന്തൊക്കെ ആവശ്യപ്പെടും? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വേണമെന്ന് പറയും. അതായത് ഞാൻ ഷോപ്പ് തരുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, ഒരു അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് വേണമെന്ന് പറയും. മേ ബി ഒരു 50,000 റുപ്പീസ്. ദെൻ എനിക്ക് മാസം ഒരു 5,000 രൂപ റെന്റും വേണമെന്ന് പറയും. നിങ്ങൾ ഇമാജിൻ ചെയ്യണേ, ഞാൻ ഈ സ്റ്റോറി പറയുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യുക, ഒരാള് സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വരികയാണ്. ആൻഡ് എക്സ് എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് ഒരു ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ പോയിട്ട് ആ ഷോപ്പ് എനിക്ക് റെന്റിന് വേണമെന്ന് പറയണം. അപ്പൊ ആ എക്സ് പറയുകയാണ് എൻ്റെ അടുത്ത്, ഞാൻ കട വാടകയ്ക്ക് തരാം, പക്ഷെ എനിക്കൊരു അഡ്വാൻസ് എമൗണ്ട് വേണം, പ്ലസ് മന്ത്ലി എനിക്ക് എന്ത് വേണം? റെന്റും തരണം എന്ന് പറയാം.
പിന്നെ എ എന്ത് ചെയ്യാണ്? ഓക്കെ, കട കിട്ടി, കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഒരു 50,000 രൂപ കൊടുത്തു. ബാക്കി എത്രയുണ്ട്? ഒരു 1,00,000 രൂപയുണ്ട്. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 50,000 രൂപയുണ്ട്. ഇതില് എ ആൾ എന്ത് ബിസിനസ്സാണ് തുടങ്ങാൻ പോകുന്ന ബിസിനസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി ബിസിനസ് ആണ്. ഒരു 30,000 രൂപയ്ക്ക് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. സ്റ്റേഷനറി ഐറ്റംസ് എന്ത് ചെയ്യാണ്? സ്റ്റേഷനറി ഐറ്റംസ് ബൈ ചെയ്തു. ബൈ ചെയ്തു. ഇത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാ? ഈ സ്റ്റേഷനറി ഐറ്റത്തിനെ പിന്നീട് എന്ത് ചെയ്യണം? സെയിൽ ചെയ്യണം. ആ വിറ്റ് കിട്ടുന്ന പൈസയാണ് ഇയാൾ എന്ത് ചെയ്യുക? ഒരാൾ 10 രൂപയ്ക്ക് വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞാൽ 12 രൂപയ്ക്ക് സെയിൽ ചെയ്യണം, 2 രൂപ ലാഭം. ദെൻ 4 സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. മാസം വാടക കൊടുക്കണം. മാസം കുറച്ച് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. കുറച്ച് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നുണ്ട്. ദെൻ മന്ത്ലി ഫോൺ ബില്ലൊക്കെ വരുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ ആള് സെയിൽ ചെയ്യുന്ന സ്റ്റേഷനറി കുറച്ച് പേര് തൊട്ടടുത്തുള്ള വീട്ടുകാരൊക്കെ വന്നിട്ട് പറയാണ്, ഓക്കെ ചേട്ടാ, ഈ പൈസ ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് തരാന്നൊക്കെ പറയാണ്. കടത്തിന് സാധനം വാങ്ങിക്കുകയാണ്, ക്രെഡിറ്റ് സെയിൽ. ഓക്കെ, ദെൻ ആള് പൈസ നമുക്ക് തരാനുണ്ട്. എമൗണ്ട് owed by some person. ഓക്കെ, ചുമ്മാ കൈ കെട്ടിയിരുന്നാൽ മതി, ജസ്റ്റ് ഈ കഥയൊക്കെ ഒന്ന് കേട്ടാൽ മതി, ഇത് എന്തിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ, ഒരു എ എന്ന് പറയുന്ന ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. സ്വന്തം കയ്യിൽ നിന്ന് കുറച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ എടുത്തിട്ട് വന്നു. ദെൻ ആ പൈസ വെച്ചിട്ട് ഒരു കട വാടകയ്ക്ക് എടുത്തു, അതിന് അഡ്വാൻസ് കൊടുത്തു. ദെൻ മന്ത്ലി ഇത് തരാന്ന് പറഞ്ഞു, റെന്റ് തരാന്ന് പറഞ്ഞു. ദെൻ അതിനുശേഷം കുറെ സാധനങ്ങൾ, സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങി വെച്ചു. ഒരാളുടെ നിന്നാണ് വാങ്ങിക്കുക. ദെൻ കുറച്ച് ആൾക്കാർക്ക് അത് സെയിൽ ചെയ്യണം. മാസം ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു, ഫോൺ ബില്ല് വരുന്നു, അതൊക്കെ അടയ്ക്കുന്നു. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി പറയാം, കടയിൽ ഒരു സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്. സ്റ്റാഫിന് സാലറി കൊടുക്കണം. ഓക്കെ, അപ്പോ ഞാനിപ്പോ ആകെ പറഞ്ഞത് ഈ ഒരു 10 മിനിറ്റിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു ഷോപ്പ് തുടങ്ങാൻ വരുന്ന സമയത്ത് വരുന്ന നോർമലി നിങ്ങൾക്ക് കേട്ട് പരിചയവും കണ്ടുപരിചയമുള്ള കുറെ ട്രാൻസാക്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ അക്കൗണ്ടൻസിയിലോട്ട് വരുന്ന സമയത്ത് ഇതിനെല്ലാം നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. എന്താണ്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഓർ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയും. ഈ ട്രാൻസാക്ഷനിൽ നിന്നാണ് നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അക്കൗണ്ടൻസിയുടെ എല്ലാം സ്റ്റാർട്ടിങ് എന്ന് പറയും. ശരിയല്ലേ? ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് നമ്മൾ ഈ അക്കൗണ്ടൻസിയുടെ ഏറ്റവും ബിഗിനിങ് ഓർ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യും, ദെൻ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയും. അതിനൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു വർഷം മുഴുവൻ ഇങ്ങനത്തെ കുറെ ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് വിചാരിക്കും. ഇതിനെ മുഴുവൻ ഒരാൾ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചു. പെട്ടെന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, ഈ വർഷത്തെ മുഴുവൻ സെയിൽസ് എത്രയാണ്, അല്ലെങ്കിൽ മുഴുവൻ പർച്ചേസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ബുക്ക് നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കുറെ ഡേറ്റുകളിൽ കുറെ സെയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുറെ ഡേറ്റുകളിൽ കുറെ പർച്ചേസ് എഴുതി വെച്ചിട്ടുണ്ട്, കുറെ ഡേറ്റുകളിൽ കുറെ സാലറി എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ഓർഗനൈസർ അല്ല. നിങ്ങളിപ്പോ പഠിക്കുമ്പോൾ പോലും സ്റ്റഡി പ്ലാനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമില്ലേ? അപ്പൊ അതുപോലെ ഇതൊട്ടും ഓർഗനൈസർ അല്ല. ഇങ്ങനെ ഒരു സെന്റൻസ് ബൈ സെന്റൻസ് ഒരാൾ ഇങ്ങനെ ബുക്കിൽ എഴുതി വെക്കുന്നുണ്ട്. ഡെയിലി ഞാൻ ഇത്ര സാധനം വാങ്ങിച്ചു, ഇത്ര വിറ്റു, ഇത്ര വാങ്ങി, ഇത്ര കടം കൊടുത്തു, കടം കൊടുത്ത ആൾ ഇത്ര പൈസ തന്നു, ഞാൻ ഒരാളുടെ നിന്ന് കടം വാങ്ങി, ഞാൻ അയാൾക്ക് കുറെ പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഇതൊട്ടും എന്തല്ല, സിസ്റ്റമാറ്റിക് അല്ല. നമ്മൾ ഈ ട്രാൻസാക്ഷൻസിനെ എല്ലാം സിസ്റ്റമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഈ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോ ഈ ട്രാൻസാക്ഷൻസിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ശരിയല്ലേ? ആൻഡ് ഇതിനെ പ്രസന്റ് ചെയ്യണം, നമുക്ക് ആവശ്യമുള്ള ഫോർമാറ്റിലേക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. ഇതാണ് ഇതിന്റെ ആസ് എ ഹോൾ ബേസ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഫൗണ്ടേഷനിലും ഇതിലൊക്കെ പഠിച്ച ജേണൽ എൻട്രിയിലോട്ടാണ് നമ്മൾ ഇനി അടുത്തത് കടക്കാൻ പോകുന്നത്. എന്താണ് ജേണൽ എൻട്രി ആൻഡ് എന്തിനാണ് ജേണൽ എൻട്രി എഴുതുന്നത് എന്നുള്ള കാര്യമൊക്കെ അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട, ജേണൽ എൻട്രിയിലോട്ട് എത്തുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ചാപ്റ്ററിനും വേണ്ടിയിട്ടുള്ള ബേസ് ആണ് ഞാനിവിടെ പറയുന്നത്.
ഈ കുറച്ചൊരു അരമണിക്കൂർ 3/4 മണിക്കൂർ സെഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെഷൻ കഴിഞ്ഞ് ഇതിൽ തരുന്ന ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ തരും. ക്വസ്റ്റ്യൻസ് ഞാൻ 1 2 ഞാൻ ചെയ്തു തരും. അതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 200 ജേണൽ എൻട്രീസ് എങ്കിലും എഴുതി പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ഏത് ഫോർമാറ്റിൽ എഴുതണം, എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായി, ശരിക്കും ഒരു ഫൗണ്ടേഷൻ റെഡിയായി. ഫൗണ്ടേഷൻ റെഡി എന്ന് അസ്ഥിവാരം ഇട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ല. ഒരു വീട് കെട്ടാൻ പോകണം, വീടല്ല, ഇന്റർമീഡിയറ്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൊട്ടാരം കെട്ടാൻ പോവുകയാണ്. അതിന് ഒരു അടിപൊളി ഫൗണ്ടേഷൻ ഇടാൻ പോവുകയാണ്. ഓക്കെ, ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടി നമ്മൾ ആദ്യം ഇതൊന്നും ബുക്കിൽ തപ്പണ്ട, ബുക്കിൽ കിട്ടില്ല, ഞാൻ എന്റേതായ രീതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ആണ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ശരിയല്ലേ? ഈ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നിങ്ങൾ ഏതെടുത്താലും എവരി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഞാനിതെല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കൈകെട്ടി കേട്ടോണ്ടിരുന്നാൽ മതി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം സമയം തരാം, നിങ്ങൾ പോസ് ചെയ്ത് ഇതിനൊക്കെ ഒന്ന് എഴുതി ക്ലോസ് ചെയ്തിട്ട് പോയാൽ മതി. ഓക്കെ, എവരി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഹാസ് മിനിമം 2 അക്കൗണ്ടിങ് ടേംസ്. ഇതാണ് ജേണൽ എൻട്രി എഴുതുന്നതിന്റെ അടുത്ത ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ മിനിമം ഉണ്ടാവും. ഓക്കെ, അത് അക്കൗണ്ടിങ് ടേമുകൾ ഞാൻ ഇനിയും ഇപ്പൊ എന്താണ് ക്രെഡിറ്റർ, എന്താണ് ലയബിലിറ്റി, ആ ലെവലിലേക്ക് പോകുന്നില്ല. കുറച്ചെങ്കിലും അതൊക്കെ അറിയുന്ന വിചാരിക്കണം. ഇനി അതും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ആയിട്ട് തന്നെ ചോദിക്കാം. ഇപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷനെയും അതിനകത്ത് 2 അക്കൗണ്ടിങ് ടേമുകൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 6 അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഇതിൽ ഓരോന്നിലും മിനിമം 2 എണ്ണം വെച്ച് കണ്ടുപിടിക്കാൻ നോക്കുക. നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ അക്കൗണ്ടിങ് ടേമുകൾ എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടൻസിയിൽ ഉപയോഗിക്കുന്ന ഈ കാര്യങ്ങളെ, ഇപ്പൊ പറഞ്ഞ ട്രാൻസാക്ഷൻസിനെ ഒരു പെർട്ടിക്കുലർ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ശരിയല്ല? അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക, ഇതൊരു വേറൊരു ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. ഇതിനെ അക്കൗണ്ടൻസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ട്രാൻസാക്ഷനിലും മിനിമം 2 അക്കൗണ്ടിങ് ടേംസ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഞാൻ പറയുന്നത്. മിനിമം 2, മാക്സിമം 2ന് മുകളിൽ പോവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫൗണ്ടേഷൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവരല്ലേ, ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഓരോ ട്രാൻസാക്ഷനിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പരിചയമുള്ള അക്കൗണ്ടിങ് ടേമുകൾ എന്ന് എഴുതും. ഇപ്പൊ ഓരോ ട്രാൻസാക്ഷനിലും ഞാനിപ്പോൾ ഒറ്റ എക്സാമ്പിൾ പറയാം. മിസ്റ്റർ എ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, 1 ലക്ഷം രൂപ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിലുള്ള അക്കൗണ്ടിങ് ടേമുകൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ ഡിഗ്രി ഒക്കെ പഠിച്ചവർക്ക് ബേസിക് ആയിട്ട് മനസ്സിലാവും. ഇയാള് ക്യാഷ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ക്യാഷ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് ടേമാണ്. ആൻഡ് ഈ ഓണർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ക്യാഷിനെ ബിസിനസ്സിലോട്ട് കൊണ്ടുവരുന്ന ആ ഒരു കാര്യത്തിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഇതൊരു അക്കൗണ്ടിങ് ടേം ആണ്, ശരിയല്ലേ? അപ്പോ ഫസ്റ്റത്തെ ട്രാൻസാക്ഷനിൽ എത്ര ടേമുകൾ കിട്ടി? നമുക്ക് മിനിമം 2 ടേമുകൾ കിട്ടി. ഞാൻ പറയുന്നത് ഇതുപോലെ ഈ ഓരോ ട്രാൻസാക്ഷനിലും നിങ്ങൾക്ക് മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ കിട്ടുന്നതാണ് പറയുന്നത്, മിനിമം. ഓക്കെ, വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിനു ശേഷം നോക്കൂ, മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ എന്തായാലും കിട്ടും. ആൻഡ് ഈ ടേമുകളെ വെച്ചിട്ട് നമ്മൾ ഫർദർ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. കുറച്ചൊന്ന് ക്യൂരിയസ് ആയിട്ടിരിക്കും. ഇനി ഒന്ന് കൈയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് ജസ്റ്റ് ഈവൻ ഇമാജിൻ ചെയ്താൽ പോലും മതി, ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതൊന്ന് ക്യാച്ച് ചെയ്താൽ മതി. ഓരോ ട്രാൻസാക്ഷനിൽ ഏതൊക്കെയാ 2 ടേമുകൾ എന്നുള്ളതൊന്ന് ആലോചിക്കും. ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓക്കെ, അപ്പോ അക്കൗണ്ടിങ് ടേമുകൾ ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്കതൊന്ന് ശരിയാവുണ്ടോ എന്ന് നോക്കാം. രണ്ടാമത്തെ എന്താ പറഞ്ഞേ, ആള് ആ ബിൽഡിങ് ഒരാളുടെ നിന്ന് റെന്റിന് എടുക്കാൻ പോവുകയാണ്. ദെൻ റെന്റിന് എടുക്കുന്ന സമയത്ത് ഞാൻ അഡ്വാൻസ് ആയിട്ട് ഒരു എമൗണ്ട് കൊടുത്തു. ഓക്കെ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് or advance for rented building. Advance for rented building ഇതൊരു ടേം ആണ്. ഈ അഡ്വാൻസ് എന്ന് പറയുന്നത് നമുക്ക് അക്കൗണ്ടിങ്ങിൽ നമുക്ക് ഇറ്റ്സ് ആൻ ആർട്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ മോഡിഫൈ ഒക്കെ ചെയ്യാം. കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അഡ്വാൻസ് ഗിവൺ ഫോർ റെന്റഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം ആക്കാം. അതിലൊന്നും ഒരു തടസ്സമില്ല. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ ഒരു ടേം ആക്കാം. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു ടേം ആണ്. വേറൊരു ടേം എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസാക്ഷനിലുള്ള ടേം ഏതൊക്കെയാ, സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് വേണ്ടി ഞാൻ പേ ചെയ്തു എന്നതാണ് ട്രാൻസാക്ഷൻ. അതിൽ വരുന്ന ടേമുകൾ ഒന്ന് സെക്യൂരിറ്റി ഡെപ്പോസിറ്റും 2 ക്യാഷും. ഞാൻ ക്യാഷ് എന്റെ കയ്യിലുള്ള ക്യാഷിനെ ഞാൻ കൊടുക്കുക. മൂന്നാമത്തെ
റെന്റ് മന്ത്ലി പേ ചെയ്യണം. ഫസ്റ്റത്തെ മാസം റെന്റ് വന്നു എന്ന് വിചാരിക്കുക. റെന്റ് പെയ്ഡ് എന്താ വരിക എൻട്രി? റെന്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് ടേം ആണ്. ആൻഡ് പെയ്ഡ് അല്ല അക്കൗണ്ടിങ് ടേം, ക്യാഷ് ആണ് അക്കൗണ്ടിങ് ടേം. ഓക്കെ, ഞാൻ ആലോചിക്കുന്ന ആംഗിൾ ഏതാണെന്ന് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. 3, സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്തു, ബൈ ചെയ്തു. നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന വാക്ക് ബൈ ചെയ്തു എന്ന് പറയില്ല, നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പർച്ചേസ് ആണ്. ഇതൊക്കെ +1 ഫൗണ്ടേഷനിലും ഒക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി ഇവൺ കോമൺ ആയിട്ട് ഒരാള് കൊമേഴ്സിനെ പറ്റിയ ഒരു ബന്ധമില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിലും നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടേം എന്ന് പറയുന്നത്, ബൈ ചെയ്യുന്നതിന് പറയുന്ന ടേം എന്ന് പറയുന്നത് പർച്ചേസ് ആണ്. ഞാൻ പർച്ചേസ് ചെയ്തു, ദെൻ അതിന് ഞാൻ ക്യാഷ് കൊടുത്തു. ഓക്കെ, ക്ലിയർ അല്ലേ? പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തു. ഇതിലെ ടേമുകൾ ഏതൊക്കെയാ? പർച്ചേസ് ഗുഡ്സ് ഫ്രം സം പേഴ്സൺ, പർച്ചേസ് ആണ് ഒരു ടേം, ക്യാഷ് ആണ് വേറൊരു ടേം. ദെൻ ഇലക്ട്രിസിറ്റി എന്താണ്? ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഇതാണ് ഒരു അക്കൗണ്ടിങ് ടേം. രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് അഗെയിൻ ക്യാഷ് ആണ്. സെയിൽസ് നടന്നു, ക്രെഡിറ്റ് സെയിൽ ആണ് നടന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ ഒരു സാധനം കടത്തിനാണ് സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കാണോ കടത്തിന് വിറ്റത് ആളെ പറയുന്ന പേരാണ് ഡെറ്റർ. ഞാൻ ഇനി ആരുടെയെങ്കിലും കടത്തിന് ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളെ പറയുന്ന പേര് ക്രെഡിറ്റർ എന്നാണ്. ഞാൻ ആർക്കാണോ ഞാൻ കടത്തിൽ ഗുഡ്സിനെ സെയിൽ ചെയ്തത് ആളെ പറയുന്ന പേര് ഡെറ്റർ ആണ്. അപ്പോ സെയില് ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നുണ്ട്. ക്രെഡിറ്റ് സെയിൽ എന്ന് പറഞ്ഞ മീനിങ് എന്താ? കടത്തിന് സാധനം വിറ്റു. ഈ ഒരു ട്രാൻസാക്ഷനിൽ വരുന്ന ടേമുകൾ ഏതൊക്കെയാ? ഒന്ന് സെയില്, ദാറ്റ് ഈസ് ക്രെഡിറ്റ് സെയിൽ ആണ്, നമുക്ക് സെയിൽ എന്ന് പറയാം. അടുത്തത് നമുക്കിവിടെ പൈസ കിട്ടുന്നില്ല, ക്യാഷ് എന്ന് പറയാൻ പറ്റില്ല. ക്യാഷിന് പകരം അവിടെ വരുന്ന ഒരു ടേം എന്ന് പറയുന്നത് ഡെറ്റർ ആണ്. ക്രെഡിറ്റ് സെയിൽ വരുന്ന സമയത്ത് സെയിലും വരും, ഡെറ്ററും വരും. ഓക്കെ, സ്റ്റാഫിന്റെ സാലറി, സ്റ്റാഫ് സാലറി എന്ന് പറയുന്നത് സ്റ്റാഫ് ഒരു ടേം, സാലറി വേറൊരു ടേം അല്ല. സ്റ്റാഫ് സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, ഇതൊരു ടേം. ഞാൻ പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് ആണ് വേറൊരു ടേം. അപ്പൊ ഞാൻ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ടേമുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ ചെയ്യുന്ന സമയത്ത് ഇനിയും കുറച്ചുകൂടി ക്ലാരിറ്റി ചെയ്തു. ഞാൻ എന്റേതായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഇട്ടതാണ്. വേറെ വേറെ എക്സാമ്പിൾസ് തരുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ മുഴുവനായിട്ട് ചെയ്യാം, ദെൻ അതിനുശേഷം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചു, എവരി അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഹാസ് മിനിമം 2 അക്കൗണ്ടിങ് ടേംസ്. ഇപ്പൊ നിങ്ങൾ നോക്കിയ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഏതൊക്കെ എടുത്തു നോക്കിയാലും അതിൽ എന്തുണ്ടാവും? മിനിമം 2 അക്കൗണ്ടിങ് ടേംസ് ഉണ്ടാവും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജേണൽ എൻട്രി എന്ന് പറയുന്നതിന്റെ ഫണ്ടമെന്റൽ. ഓക്കെ, അതിലോട്ട് നമ്മൾ പോകുന്നേ ഉള്ളൂ. എങ്ങനെ ജേണൽ എൻട്രി എഴുതാന്നുള്ളതൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ജേണൽ എൻട്രി? ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പൊ എങ്ങനെ പറയാ, അക്കൗണ്ടിങ് ഒരു ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ലെറ്റേഴ്സ് ആണ് ജേണൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിയല്ലേ? ഫൈൻ, അതിലോട്ട് കിടക്കാം. ജേണൽ എൻട്രി എഴുതുന്നതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആദ്യം നമ്മളൊരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ കണ്ടുപിടിച്ചു. അതിന് ശേഷം എന്ത് കണ്ടുപിടിച്ചു? 2 ടേമുകൾ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. മൂന്നാമത്തെ കാര്യം ചെയ്യാൻ പോകുന്നത്, ഇതിനെ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, ഈ ക്ലാസിഫൈ ദി ടേംസ്, ഈ ടേംസിനെ ക്ലാസിഫൈ ചെയ്യണം. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ക്ലാസിഫിക്കേഷൻ തരുന്നത് ഞാൻ തന്നതല്ല, അക്കൗണ്ടൻസിയുടെ മോഡേൺ കൺവെൻഷൻ പ്രകാരം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. എത്ര അക്കൗണ്ടിങ് ടേമുകൾ ഉണ്ടെങ്കിലും നമുക്ക് മെയിൻലി 6 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. 6 കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഇതിനെ വേണമെങ്കിൽ ചുരുക്കിയിട്ട് 4 ആക്കാം, ബട്ട് 6 ആദ്യം പഠിക്കാം, എന്നിട്ട് അതിനെ ചുരുക്കിയിട്ട് ഞാൻ 4 ആക്കി തരാം. ഏതൊക്കെയാണ് ആ കാറ്റഗറീസ്? 1 അസറ്റ്സ്, 2 ലയബിലിറ്റീസ്, 3 ഇൻകം, ദെൻ 4 എക്സ്പെൻസ്, 5 ക്യാപിറ്റൽ, 6 ഡ്രോയിങ്സ്. ഓക്കെ, നമ്മൾക്ക് ആദ്യം എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിൽ ഓരോ അക്കൗണ്ടിങ് ട്രാൻസാക്ഷനിലും മിനിമം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? 2 അക്കൗണ്ടിങ് ടേമുകൾ കണ്ടുപിടിക്കും. ദെൻ ഈ ഓരോ ടേമിനെയും നമുക്ക് ഈ 6 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാക്കിയിട്ട് കാറ്റഗറി ചെയ്യാൻ പറ്റും. ഇനി ഈ ക്യാപിറ്റലും ഡ്രോയിങ്സിനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലയബിലിറ്റിയുടെ പാർട്ടായിട്ട് കണക്കാക്കാം. അത് പിന്നീട് എങ്ങനെയാണെന്ന് പറയാം. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്.
ആൻഡ് ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റെഡ്യൂസ് ആവുന്ന ഒരു പരിപാടിയാണ്. ഓക്കെ, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ക്യാഷിനെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി തിരിച്ച് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകുന്നത്. ക്യാഷ് ബിസിനസ്സിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയും, ബിസിനസ്സിന് തിരിച്ചെടുത്തിട്ട് പോകുന്നതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. ഇത് രണ്ടിനെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലയബിലിറ്റീസ് എന്നുള്ള കാറ്റഗറിയിൽ തന്നെ പെടുത്താം. ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റി കുറയുന്നതിന് തുല്യമാണ്. ഇനി ഒന്ന് ചുരുക്കിയിട്ട് 4 കാറ്റഗറി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാ? 1 അസറ്റ്, 2 ലയബിലിറ്റി, 3 ഇൻകം, 4 എക്സ്പെൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ 4 കാറ്റഗറി ആക്കണം എന്ന് പഠിച്ചു. അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ മിനിമം 2 ടേമുകൾ ഉണ്ടാവും. അതിനുശേഷം അസറ്റും ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയാ ഇപ്പൊ പറഞ്ഞ ഈ 6 ട്രാൻസാക്ഷൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സാമ്പിളിൽ വെച്ചിട്ട് പോകാം. ഫസ്റ്റ് പറഞ്ഞത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ക്യാഷും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. ക്യാപിറ്റൽ എന്താ? ലയബിലിറ്റി ആണ്. നമുക്ക് ഓരോ കാറ്റഗറിയിലേക്കും ഏതൊക്കെ ഐറ്റത്തിനെ കൊടുക്കാൻ പറ്റും നോക്കാം. ദെൻ രണ്ടാമത്തെ എന്താ? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തതാണ്. ഓക്കെ, ഒരാൾക്ക് ഞാൻ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പിന്നീട് തിരിച്ച് കിട്ടാനുള്ളതാണ്. അപ്പൊ ഞാൻ ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കുന്നതിനെ അസറ്റ് ആയിട്ട് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അസറ്റ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല മുമ്പ്. ഞാനിപ്പോ പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നിങ്ങളൊരു എമൗണ്ട് കൊടുക്കണം, അത് പിന്നീട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനുള്ളതാണ്. തിരിച്ചു കിട്ടാനുള്ളതാണെന്നുണ്ടെങ്കിൽ അത് അസറ്റ് ആണ്. ദെൻ വേറെന്താ? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തു, അതിൽ വരുന്ന മറ്റേ ടേം ക്യാഷ് ആണ്. ക്യാഷ് ഓൾറെഡി ഞാൻ അസറ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ റെന്റ് പേ ചെയ്യുന്ന കാര്യം പറഞ്ഞു. റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ശരിയല്ലേ? ഓക്കെ. ദെൻ ഇലക്ട്രിസിറ്റി ബില്ല്, സ്റ്റാഫ് സാലറി എന്നൊക്കെ പറയുന്നത് എക്സ്പെൻസുകളാണ്. ഇലക്ട്രിസിറ്റി ബില്ല്, സ്റ്റാഫ് സാലറി. ദെൻ പർച്ചേസ് പറയുന്നുണ്ടായിരുന്നു. പർച്ചേസ് ഒരു എക്സ്പെൻസ് ആണ്. ദെൻ ഇൻകത്തില് സെയിലും വരും. അപ്പൊ നമ്മൾ ഏതുവരെ പഠിച്ചു? ആദ്യം ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, ഓരോ ട്രാൻസാക്ഷനിലും മിനിമം 2 ടേമുകൾ ഉണ്ടാവും എന്ന് പഠിച്ചു. ദെൻ ആ ടേമുകളെ നമുക്ക് പല കാറ്റഗറിയിലായിട്ട് തിരിക്കാൻ പറ്റുമെന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയണമെന്നുള്ളത്. ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു ബേസ്, ഈ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിന്റെ ഈ ഒരു ക്ലാസിന്റെ ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാവാൻ പോകുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് എളുപ്പമാവും. സെക്കൻഡ് വൺ, റെക്ടിഫിക്കേഷൻ ചാപ്റ്റർ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ബിൽ ഓഫ് എക്സ്ചേഞ്ച്, കൺസൈൻമെന്റ്, പിന്നെ ഏതാ? ജേണൽ എൻട്രി വെച്ച് ചെയ്യുന്ന എല്ലാം. പാർട്ട്ണർഷിപ്പിന്റെ ബേസിക്സ്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലിക്ക് ആവണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്ത് വേണം? ആ ഒരു ബേസ് വേണം. ജേണൽ എൻട്രി നിങ്ങൾക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ പ്രോസസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ എഴുതണം എന്നുള്ളത് സ്റ്റെപ്പ് ആയിട്ട് പഠിക്കണം. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലോട്ട് നിങ്ങളെ കൊണ്ടുവരുന്നത്. ആദ്യം ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ, 2 ടേം, ഓരോ ടേമിനെയും നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് ഏതൊക്കെ കഴിഞ്ഞു? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ദെൻ അതിന്ന് ടേമുകൾ കണ്ടുപിടിച്ചു. ദെൻ അതിനെ കാറ്റഗറി ആക്കി. ഇനി റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ഇത് പലർക്കും അറിയില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഇത് നിങ്ങൾ ചെറിയ +1 +2 ഓർ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അറിയില്ല. ഡെബിറ്റും ക്രെഡിറ്റും എന്താണ് ആൻഡ് ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ജേണൽ എൻട്രിയുടെ ബേസിക്സ് ഡെബിറ്റും ക്രെഡിറ്റും ആണെന്ന് അറിയാലോ. ഓക്കെ, ഈ അസറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഏതൊരു ഐറ്റവും ഇൻക്രീസ് ആയാൽ ഡെബിറ്റ് ആണ്. അസറ്റ് കാറ്റഗറിയിൽ പെട്ട ഏതൊരു ഐറ്റവും ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഓർ CR. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേ ടെൻഷൻ ആവണ്ട, വെയിറ്റ് ചെയ്യൂ. ഡെബിറ്റും ക്രെഡിറ്റും.
ഇനി ഇൻകം വേണ്ട, ഇതിൽ തന്നെ പോവാം. ലയബിലിറ്റി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിലോട്ട്. ലയബിലിറ്റി എന്ത് സംഭവിക്കും? ഇൻക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ദെൻ ഇൻകം ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യും. എക്സ്പെൻസ് ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ്, ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. സാറേ എത്ര ഡെബിറ്റും ക്രെഡിറ്റും ആണ്, കൺഫ്യൂഷൻ ആവണു സാർ, തലകുത്തി നിൽക്കണോ സാർ? ഒന്നും വേണ്ട, നമുക്കിതിനെ വേറൊരു ഫോർമാറ്റിലേക്ക് എഴുതാം. ഇത് പഠിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ല. അസറ്റും നിങ്ങൾ എഴുതിയെടുക്കണം, ഞാൻ എന്നിട്ട് സമയം തരാം. ഇതാരെങ്കിലും പഠിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രഷപ്പ് ആയിക്കോട്ടെ എന്ന് വേണ്ടി ഞാനൊന്ന് സ്പീഡിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ഡിക്രീസ്, ഈ റൂള് നിങ്ങൾ പഠിച്ചേ പറ്റൂ. ഇനി ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ പഠിക്കുക. വീട്ടിലെവിടെയെങ്കിലും ഒരു സ്റ്റിക്കി നോട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക, കുറച്ച് കാലത്തേക്കെങ്കിലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റി ആൻഡ് ഇൻകം ഇൻക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ആകെ നിങ്ങൾക്ക് ഇത്രേ പഠിക്കാനുണ്ട്. പക്ഷെ ഇതിന്റെ ഡീറ്റെയിൽഡ് ഇതൊന്ന് എഴുതിയെടുക്കണം. വീഡിയോ ഒക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കുക. ഓഫ്ലൈൻ ക്ലാസ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീഡിയോ പോസ് ചെയ്യുക, എഴുതിയെടുക്കാം, എന്നിട്ട് താഴോട്ട് വരും. ഇത്രയേ ഉള്ളൂ. അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, ഡിക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ലയബിലിറ്റിയും ഇൻകവും ഇൻക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ഈ ഒരു റൂള് പഠിച്ചേ പറ്റും. ആൻഡ് ഇത് വെച്ച് നമ്മളിപ്പോ എത്രാമത്തെ സ്റ്റെപ്പിലെത്തി? ഫസ്റ്റ് വൺ, അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിങ് ട്രാൻസാക്ഷനെ മിനിമം 2 ടേം, ഒരു ട്രാൻസാക്ഷനിൽ 2ൽ കൂടുതൽ ടേം വരുന്നത് നമ്മൾ പിന്നീട് പഠിക്കും. കോമ്പൗണ്ട് എൻട്രി എന്നൊക്കെ പറയും, അത് പിന്നീട് പഠിക്കും. 2 ടേം. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തു. ദെൻ അതിനെ എന്ത് ചെയ്തു? റൂൾ അപ്ലൈ ചെയ്തു. ദെൻ എന്ത് ചെയ്യാണ്? ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ഐഡന്റിഫൈ ചെയ്യാണ്. ഈ നിങ്ങളുടെ ഇന്റർമീഡിയറ്റിൽ ഈ ഡെബിറ്റും ക്രെഡിറ്റും ഐഡന്റിഫൈ ചെയ്യലും ബേസിക് ആയിട്ട് ജേണൽ എൻട്രി പഠിക്കലും വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 or 6 ചാപ്റ്ററുകളുടെ ബേസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ജേണൽ എൻട്രി എഴുതലാണ്. ആൻഡ് ഞാൻ നേരത്തെ ഒരു 10, 300, 400 പിള്ളേരെ പഠിപ്പിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് 10% താഴെ, ഓക്കെ, ഒരു 400, 500 സ്റ്റുഡൻസിന്റെ അടുത്ത് ഉള്ളതിൽ ഒരു 40 to 50 പീപ്പിൾ, അവരാണ് പ്രോപ്പർ ആയിട്ട് ജേണൽ എൻട്രി എഴുതാൻ അവർക്ക് അറിയുന്നത്. ബാക്കി പലരും ഇത് ഇതെങ്ങനെ മീൻസ് അത് എങ്ങനെ ഡെബിറ്റ് വന്നു, അത് വന്നു സാർ, വന്നു. ഇതെങ്ങനെ വന്നു, അത് വന്നു. ഓക്കെ. ഇനി ആർക്കെങ്കിലും നിങ്ങൾക്ക് ജേണൽ എൻട്രി എഴുതാൻ അറിയും എന്ന് തോന്നുകയാണ്, ഓർ ഞാൻ കുറച്ച് ബോസ്റ്റ് ചെയ്യാണ്, ഞാൻ ചെറിയ കാര്യങ്ങളെ വലുതാക്കിയിട്ട് ചെയ്യിപ്പിക്കുകയാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ജേണൽ എൻട്രി നിങ്ങൾ തന്നെ ഇമാജിൻ ചെയ്തിട്ട് അതിന്റെ ജേണൽ എൻട്രി പറയാൻ കിട്ടുന്നുണ്ടോ എന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ കുറച്ച് ട്രാൻസാക്ഷൻസ് ആലോചിക്കാം. ഞാൻ 1, 2, 3 എക്സാമ്പിൾ പറയാം. ഇപ്പോ ഡിസ്കൗണ്ട് അലൗഡ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോളൂ. ഈ ഡിസ്കൗണ്ട് അലൗഡിന്റെ ജേണൽ എൻട്രി ഇപ്പൊ ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഈ പറയുന്ന ഒന്ന് എഴുതിയെടുക്കൂ. ഡിസ്കൗണ്ട് അലൗഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് അക്രൂഡ്, ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് പെയ്ഡ്, ദെൻ അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ്. ഈ പറയുന്ന സാധനങ്ങൾക്ക് നിങ്ങൾ 100% കറക്റ്റ് ആയിട്ട് ജേണൽ എൻട്രി എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ
ഞാൻ പറയണ ഇതിന് ശേഷം വരുന്ന ഞാൻ തരുന്ന ഹോംവർക്കുകളോ ഞാൻ തരുന്ന ഇത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊവൈഡഡ് ഡിസിപ്ലിനോടുകൂടി ഈ പറയുന്ന ഐറ്റത്തിന്റെ ജേണൽ എൻട്രി എഴുതുക. ഞാൻ എന്നിട്ട് ഇതിന്റെ താഴെ എന്ത് ചെയ്തു തരും? ജേണൽ എൻട്രി, ഇതിന്റെ കറക്റ്റ് ജേണൽ എൻട്രി ഞാൻ താഴെ എഴുതും. ജസ്റ്റ് ജേണൽ എൻട്രി എഴുതും. അത് എക്സ്പ്ലനേഷൻ ഒക്കെ ഞാൻ പിന്നീട് പറയും. ഇത് ആർക്ക് വേണ്ടി എന്ന് വെച്ചാൽ ദോസ് ഹു ഓൾറെഡി നോസ് ദാറ്റ് ഇതിന്റെയൊക്കെ ജേണൽ എൻട്രി അവർക്ക് അറിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അറിയും എന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതിന് ശേഷം വരുന്ന 1-1.5 മണിക്കൂറോ വരുന്ന വീഡിയോ നിങ്ങൾ കാണണ്ട. ആൻഡ് ആ സമയത്ത് ഞാൻ ചെയ്യിപ്പിക്കുന്ന 300-ഓ 350-ഓ ജേണൽ എൻട്രീസ് നിങ്ങൾ എഴുതി പഠിക്കണം. അതർവൈസ് നിങ്ങൾ ഇത് എഴുതാൻ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് അല്ല, നിർബന്ധമായിട്ടും ഇതിന് ശേഷമുള്ള 1-1.5 മണിക്കൂറുള്ള ക്ലാസ് നിങ്ങൾ കാണണം. പ്ലസ് ഞാൻ തരുന്ന 300-ഓ 350-ഓ ജേണൽ എൻട്രി എഴുതി പഠിച്ചേ പറ്റൂ. എന്നിട്ട് എന്റെ ഫസ്റ്റ് ഫണ്ടമെന്റലിന്റെ ക്ലാസ്സിൽ ഇരുന്നാം. ഓക്കെ, റെക്കോർഡ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് തന്നെ ട്രൂ ആയിട്ട് ഇരിക്കുക. ഓക്കെ, വീഡിയോ ഒന്ന് പോസ് ചെയ്യൂ. ഈ പറയുന്ന 1, 2, 3, 4, 5 വെറും 5 ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി 5 ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻസിന് നിങ്ങൾ ജേണൽ എൻട്രി എഴുതുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട? ഇത് ഞാനിപ്പോ ഇതിന് ശേഷം ആൻസർ പറഞ്ഞ് നിങ്ങളുടെയും ഇത് മാച്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് ശേഷമുള്ളത് കാണണ്ട. ഓക്കെ, ഇല്ലാത്തവര് ഞാനിപ്പോ ഇതിന്റെ താഴെ ഇതിന് ശേഷം ആൻസർ എഴുതുന്ന സമയത്ത് ഇത് തെറ്റിക്കുന്നവർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ഇതിന് ശേഷമുള്ള ക്ലാസ് കാണും. ഓക്കെ അല്ലേ? എന്നെ പറ്റിക്കില്ലല്ലോ? സത്യസന്ധമായിട്ട് ചെയ്യില്ലേ? ഇത് മുഴുവൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യും. ഞാൻ എന്നിട്ട് അതിന്റെ ആൻസർ പറയും. ഓക്കെ, ഇപ്പൊ ചെറുതായിട്ട് കട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ജേണൽ എൻട്രി ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യാണ് വിചാരിക്കുന്നു. നമ്മളിപ്പോ നോക്കുന്നത് ഇതിപ്പോ നിങ്ങളുടെ നോളേജ് അളക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ചില കാര്യങ്ങളിൽ മേ ബി ക്ലാരിറ്റി കുറവുണ്ടാവും. നമ്മൾ ഈ ഇന്റർമീഡിയറ്റ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബേസിക് ആയിട്ട് ഈ ഡെബിറ്റും ക്രെഡിറ്റിലും അടക്കം കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ഡിഫിക്കൽട്ട് ഫോർ യുവർ ഫ്യൂച്ചർ പ്രിപ്പറേഷൻസ്. അതിപ്പോൾ ഇന്ററായാലും ശരി ഫൈനലായാലും ശരി. അപ്പൊ നമ്മൾ ജേണൽ എൻട്രി വൈസ് ഇതിലൊന്നും ഒരു ആലോചിച്ച് നോക്കും. ഒരു ബിൽഡിംഗ് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടത് അതിന്റെ ഫൗണ്ടേഷൻ ആണ് സ്ട്രോങ് ആക്കേണ്ടത് എന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബേസിക്സ് ഇപ്പൊ ജേണൽ എൻട്രി ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ വരുന്നില്ല. ബട്ട് പാസ്റ്റ് എക്സ്പീരിയൻസ് കൊണ്ടും ആൻഡ് നമ്മൾക്ക് കുറച്ച് കിട്ടുന്ന ഫീഡ്ബാക്കുകൾ കൊണ്ടും നിങ്ങൾക്ക് പലതിലും ക്ലാരിറ്റി കുറവുണ്ട്, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് നമുക്കിത് നോക്കാം. ഇത് നോക്കി ഇതിലെന്താ ഈ ബേസിക് ആയിട്ടുള്ള എൻട്രീസ് ഒക്കെ പഠിച്ച് ഒരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം നമുക്ക് മെല്ലെ മെല്ലെ പോകാം. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ 5 എൻട്രീസ്, ഇതിന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എൻട്രി എഴുതിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് ആൻഡ് ഫൈൻ. ആൻഡ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളതും അറിഞ്ഞിരിക്കും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറയാനുള്ള പോലെ ഇതിങ്ങനെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എൻട്രി എഴുതുക, അങ്ങനെയല്ല പഠിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു, അതിന്റെ ഫണ്ടമെന്റൽ എന്താണ്, വൈ, റൂൾ എന്താണ്, ഓർ ഇതുപോലത്തെ സിമിലർ സിറ്റുവേഷനിൽ വേറെ എങ്ങനെയെങ്കിലും എൻട്രി വരാൻ പാടുമോ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് കിടക്കുന്നത്. ഫസ്റ്റ് വൺ, നമുക്ക് ഇതിന്റെ എൻട്രി എഴുതി നോക്കാം. ഈ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മൈൻഡിൽ എങ്ങനെ പ്രോസസ് ചെയ്യണം എന്ന് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഡിസ്കൗണ്ട് അലോ ചെയ്യാന്ന് വിചാരിക്കുക. അലോ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ അലോ ചെയ്യാണ്, ഞാൻ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഏറ്റവും എളുപ്പമുള്ള വഴി ഞാനിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയാം. ഡിസ്കൗണ്ട് അലോ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതിനെങ്ങനെ ജേണൽ എൻട്രി എഴുതാന്ന് ചിലപ്പോൾ ചോദിക്കും. ആലോചിക്കുക, ഞാൻ ഒരാൾക്ക് ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഡിസ്കൗണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നോർമലി ആൾ എൻ്റെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും, ശരിയല്ലേ? എക്സ് എന്ന് പറയുന്ന ഒരാള് വൈ എന്ന് പറയുന്ന ഒരാൾക്ക് സാധനം കൊടുത്തു, വിറ്റു, സെയിൽ ചെയ്തു. വൈക്ക് സെയിൽ ചെയ്തു. വൈക്ക് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ വൈ എന്ത് ചെയ്യണം? എക്സിന് പേയ്മെന്റ് തരണം, ശരിയല്ലേ? വൈ എക്സിന് ക്യാഷ് തരണം, എക്സ് വൈക്ക് ഗുഡ്സ് കൊടുക്കണം. ഇവിടെ എക്സ് പറയുകയാണ്, ഈ ക്യാഷ് തരുന്ന സമയം എനിക്ക് 100 രൂപയുടെ സാധനമാണ് ഇപ്പൊ സെയിൽ ചെയ്തതെന്ന് വിചാരിക്കുക. 100 രൂപയുടെ സാധനമാണ് സെയിൽ ചെയ്തത്. തിരിച്ച് തരുന്ന സമയത്ത് 100 രൂപ വേണ്ട, എനിക്ക് 98 മതി എന്ന് പറയുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെ എക്സ്
2 രൂപ ഡിസ്കൗണ്ട് അലോ ചെയ്യാണ്. ആർക്ക് അലോ ചെയ്യാണ്? വൈക്ക് അലോ ചെയ്യാണ്. ഇവിടെ വൈ ആരാ? വൈക്ക് നമ്മൾ ഗുഡ്സ് ഓൾറെഡി സെയിൽ ചെയ്തിട്ടുണ്ട്. സെയിൽ ചെയ്ത ആളെ നമ്മൾ പറയുന്ന പേരാണ് ഡെറ്റർ. ആള് പൈസ തരാനുള്ള ആളാണ്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഈ ഡിസ്കൗണ്ട് അലൗഡിന്റെ ബാക്കിലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കൗണ്ട് അലൗഡിലേക്ക് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരാൾ വേറൊരാൾക്ക് സെയിൽ ചെയ്യാണ്. വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രിയാണ് ആദ്യം പാസ് ചെയ്യുക. ശരിയല്ലേ? സെയിൽസ് നടക്കുകയാണ്. വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ഇതിനുശേഷം ഈ എൻട്രി എങ്ങനെ വന്നെന്നുള്ളത് നമ്മൾ പഠിക്കും. ഞാനിപ്പോ പറയുന്നത് ഈ ഒരു 5 എണ്ണം ഞാൻ റഫായിട്ട് ഒരു ജേണൽ എൻട്രി തന്നിട്ട് ചോദിക്കുകയാണ്. ഇനിയിപ്പോ ജേണൽ എൻട്രി ഒന്നും എഴുതാൻ അറിയാതെ ഇരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ഫർദർ ക്ലാസ്സസ് വരുന്നുണ്ട്. ഓക്കെ. ബൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ് എന്ന് പറഞ്ഞ് 100 രൂപ എന്ന് പറഞ്ഞ് നമ്മളിപ്പോ ഒരു എൻട്രി പാസ് ചെയ്യും. ഇതിന് ശേഷം വരുന്ന എൻട്രിയാണ് ഇത്. സെയിലാണ്. ശരിയല്ലേ? ഇത് സെയിൽ. ഇതിന് ശേഷം വരുന്ന എൻട്രിയാണ് ഡിസ്കൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഡിസ്കൗണ്ട് എന്ത് ചെയ്യാണ്? കൊടുക്കുക. ഡിസ്കൗണ്ട് അലോ ചെയ്യുക. ശരിയല്ലേ? ഓക്കെ. ഡിസ്കൗണ്ട് അലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വൈക്കാണ് ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ഓക്കെ. നോർമലി ഒരു സെയിൽ നടന്നു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് പൈസ കിട്ടുമ്പോൾ ഞാൻ എഴുതുന്ന എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു വൈ. വൈ എനിക്ക് പൈസ തരികയാണെന്നുണ്ടെങ്കിൽ 100 രൂപ എന്ന് പറഞ്ഞിട്ട് എൻട്രിയാണ് ചെയ്യുന്നതാണ്. നോർമലി ഒരു സെയിൽ നടക്കണോ അതിന്റെ പൈസ കിട്ടണോ അതിന്റെ എൻട്രി ഇതാണ് നോർമലി. ഇവിടെ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് എന്ത് പറ്റുന്ന വിചാരിച്ചാൽ സെയിലിന്റെ എൻട്രി ഒക്കെ സെയിം ആണ്. വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽസ്. ഇനി ഡിസ്കൗണ്ട് അലൗഡ്, ഇതിന്റെ എൻട്രിയാണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു ഡിസ്കൗണ്ട് അലൗഡിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഥകൾ പറയുന്നത് വിചാരിക്കുന്നുണ്ടാവും. ഒരു എൻട്രി വരുന്ന സമയത്ത് ഇതിന് മുന്നിൽ എന്ത് നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഒരു പെർട്ടിക്കുലർ എൻട്രി എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാവും. അത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഈ ഒരു ട്രാൻസാക്ഷൻ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലൊക്കെയാണ് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. ഈ ഒരു ട്രാൻസാക്ഷന് മുമ്പ് എന്ത് നടന്നിട്ടുണ്ടാവും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ എൻട്രി പഠിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു എൻട്രി, ഇപ്പൊ രണ്ടാമത്തെ ക്യാഷിന്റെ എൻട്രി വിടൂ. ഫസ്റ്റത്തെ എൻട്രി ഇത്. ഈ എൻട്രി ഒന്ന് ആലോചിക്കുക. സെയിൽ നടന്നു. വൈ അക്കൗണ്ട് അറ്റ് ടു സെയിൽ. വൈ ഇപ്പൊ എനിക്ക് 100 രൂപ തരാനുണ്ട്. ഇവിടെ നമ്മൾ ഇനി ചെയ്യുന്നത് വൈക്ക് 2 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്. ഇതിന്റെ മീനിങ് എന്താ? വൈ 100 രൂപയാണ് തരാനുള്ളത് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വൈന് എനിക്ക് 100 രൂപ തരില്ല. ഞാൻ എത്രയാണോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അത് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും എനിക്ക് തരും. ശരിയല്ലേ? ഓക്കെ. അപ്പൊ വൈ എനിക്ക് പൈസ തരുന്നത് കുറയും. വൈ ഇപ്പൊ എനിക്ക് എത്ര തരാനുണ്ട്? 100 രൂപയാണ് തരാനുള്ളത്. ഇനി വൈ എനിക്ക് തരാൻ പോകുന്നത് വെറും 98 രൂപയാണ്. ഞാൻ 2 രൂപ ഡിസ്കൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഡെറ്റർ തരുന്ന പൈസ കുറയുന്നുണ്ട്. അപ്പൊ എൻട്രി വരുന്നത് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. ഡെറ്റർ എന്ന് പറയുന്നത് എന്റെ അസറ്റ് ആണ്. ഓക്കെ. അപ്പൊ എൻട്രി ഡിസ്കൗണ്ട് അലൗഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റർ, ദാറ്റ് ഈസ് വൈ. 2 രൂപ. ഇപ്പൊ ഇതിന്റെ എന്ത് സംഭവിച്ചു? ഞാൻ ആ ഫ്ലോയിൽ തന്നെ പറയാം. വൈ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 100 രൂപ സെയിൽ നടന്നു. നോർമലി ക്യാഷ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻട്രി എഴുതും. ഇവിടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത എൻട്രി ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു വൈ 2 രൂപ. നോക്കൂ, ഇവിടെ 100 രൂപ ഡെബിറ്റ് ചെയ്തു, വൈനെ 2 രൂപ ക്രെഡിറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇനി വൈയുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളത് 98 ആണ്. എനിക്ക് പൈസ തരുന്ന സമയത്ത് എത്ര രൂപ തരും? വൈ 98 രൂപയാണ് എനിക്ക് തരും. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 98, ദെൻ വൈ 98. വൈ 100 ഉണ്ടായിരുന്നു, 2 ഡിസ്കൗണ്ട് കൊടുത്തു, ബാക്കി 98 ക്യാഷ് ആയിട്ട് തന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഇത് 98 ആണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് സംഭവം. വെറും ഡിസ്കൗണ്ട് അലൗഡ് തന്നിട്ട് ഇത്രയും കഥകൾ അതിലുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൈൻഡിൽ ഇത്രയും പ്രോസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര അടിപൊളിയായിരിക്കും ആലോചിച്ച് നോക്കൂ. ഒരു ഡിസ്കൗണ്ട് ഞാൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അതിന് മുമ്പ് സെയിൽ നടന്നിട്ടുണ്ടാവും. ആൾക്ക് ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കിയുള്ള പേയ്മെന്റ് ആണ് ആള് തരിക. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എൻട്രി എഴുതണം. ഇറ്റ് കുഡ് ബി ബെറ്റർ ഇഫ് യു നോ ദിസ് എൻട്രി ആസ് വെൽ ആസ് ദിസ് എൻട്രി. ഇത് രണ്ടും നിങ്ങൾക്ക് മൈൻഡിൽ പ്രോസസ് ചെയ്യാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ
ഈ ഒരു എൻട്രി എന്താണ്, എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി ഒക്കെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു എൻട്രിയിൽ ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഈ ഒരു 5 എൻട്രി നിങ്ങൾക്ക് എഴുതാൻ കിട്ടുമെന്ന് നോക്കാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ലെക്ചർ നോട്ട് പോലെ എഴുതിയെടുക്കുകയാണെങ്കിൽ എഴുതിയെടുത്തോളൂ, ഓർ ഇഫ് യു നോ ഇറ്റ് ദെൻ ഫൈൻ, ലീവ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് അടുത്തോടി പറഞ്ഞുതരാം. അപ്പൊ ഇതേപോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിപ്പോ ശരിയാക്കാത്തവര് ഉറപ്പിച്ചോളൂ, നിങ്ങൾ താഴെയുള്ള ക്ലാസ്സസ് കാണണം. ആൻഡ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എൻട്രീസും നോക്കൂ. ഇതേപോലെ നിങ്ങളെ കൊണ്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കാണണമെന്നില്ല, ലാസ്റ്റത്തെ ഇനി ഒരു 1.5 മണിക്കൂർ ക്ലാസ് കാണണമെന്നില്ല. അതർവൈസ് ബെറ്റർ ഈ ഒരു ക്ലാരിറ്റി കിട്ടണം, എന്റെ ക്ലാസ് ത്രൂ ഔട്ട് എൻഡ് വരെ ഒരു ഗ്രിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരുന്ന എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഓക്കെ, ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞപ്പോൾ ഡെറ്റർക്കാണ് ഞാൻ ഡിസ്കൗണ്ട് അലൗ ചെയ്യുക. ഡെറ്റർ എനിക്ക് പൈസ തരുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ട് കുറച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ് എനിക്ക് തരിക എന്ന് മനസ്സിലായി. ഇനി എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുകയാണ്. ഓക്കെ, ഐ ആം ഗെറ്റിംഗ് ഡിസ്കൗണ്ട്. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിച്ചു, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരികയാണ്. ആക്ച്വലി നിങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, പർച്ചേസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം എന്ത് എൻട്രി വരും, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ എന്ന് വരും. ദെൻ നമ്മളുടെ ആക്ച്വൽ എൻട്രി ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത് ഇൻകം ആണ്. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇനി പൈസ അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണ്ട, 100 രൂപ കൊടുക്കണ്ട, 98 രൂപ കൊടുത്താൽ മതി. 2 രൂപ എനിക്ക് ഇൻകം പോലെ കിട്ടുകയാണല്ലോ. അപ്പോൾ ഈ എൻട്രീസ് ആണ് ഇനി എഴുതേണ്ടത്. ഞാൻ നേരത്തെ പോലെ അതിന് മുമ്പുള്ള എൻട്രിയും ആ എൻട്രിയും അതിന് ശേഷമുള്ള എൻട്രി എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരുന്നു നോക്കാം. ഡിസ്കൗണ്ട് റിസീവ്ഡ് ആദ്യം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ. സെയിം എക്സാമ്പിൾ തന്നെ എടുക്കാം. വൈ ആണ് ഇവിടെ ക്രെഡിറ്റർ എന്ന് വിചാരിക്കുക, വൈ. ദെൻ വൈ എനിക്ക് ഡിസ്കൗണ്ട് തരികയാണ്. വൈ അക്കൗണ്ട് ഡെറ്റർ ഓർ ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഫസ്റ്റ് പർച്ചേസ് 100 രൂപ 100 രൂപ, ദെൻ 2 രൂപ ഡിസ്കൗണ്ട് 2 രൂപ ഡിസ്കൗണ്ട്. ഇനി ഞാൻ എത്ര ക്രെഡിറ്റർക്ക് പേ ചെയ്യണം? ക്രെഡിറ്റർക്ക് 100 രൂപ കൊടുക്കാനുണ്ട്. നോർമലി ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 100 എന്ന് എഴുതണം. ബട്ട് ഇവിടെ ക്രെഡിറ്റർക്ക് 100 കൊടുക്കാനുണ്ട്. ക്രെഡിറ്ററിനെ 2 രൂപ നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്ര കൊടുത്താൽ മതി? 98 കൊടുത്താൽ മതി. എന്താ സംഭവം? എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് കാരണം ഞാൻ ഇനി 100 രൂപ കൊടുക്കണ്ട. എത്ര കൊടുത്താൽ മതി? 98 കൊടുത്താൽ മതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നേരത്തെ ഡെറ്ററിന്റെ നേരെ റിവേഴ്സ് കേസ് ആലോചിക്കുക. പർച്ചേസിൽ വരുന്ന സമയത്താണ് എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുക. നിങ്ങളൊരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക, നിങ്ങൾ വാങ്ങിക്കുകയാണ്. അപ്പൊ കടക്കാരൻ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് അത് ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇൻട്രസ്റ്റ് അക്രൂഡ്. ഇതൊക്കെ നമ്മൾ സോൾ പ്രൊപ്പറേറ്ററുടെ ഫൈനൽ അക്കൗണ്ട്സിലും ആൻഡ് ഇതിലൊക്കെ പഠിക്കും. ഇതില നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലൊക്കെ പഠിക്കും. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഒരു ബേസിക് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. എൻട്രി ഞാൻ ഇനി നേരെ കാര്യത്തിലോട്ട് കിടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഗുഡ് ആൻഡ് ഫൈൻ. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫർദർ വരുന്ന എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഇൻകം കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പോൾ എഴുതുന്ന എൻട്രി ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് ഇൻകം. ഇങ്ങനെയാണ് എൻട്രി വരിക. സാറേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്, ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ആൻസർ എഴുതിയത് സാറേ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ഫോർ 2 more hours. We have to do something good exercises. Okay, ഇൻട്രസ്റ്റ് അക്രൂഡ് അക്കൗണ്ട്, ഇത് ബ്രാക്കറ്റിൽ ഇതിനെ അസറ്റ് ആണ്. ദെൻ ഇൻട്രസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇത് ഇൻകം. ഇങ്ങനെയാണ് എൻട്രി വരിക. വൈ എന്നുള്ളത് വഴിയെ നമ്മൾ ഡിസ്കസ് ചെയ്യും. കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. മൂന്നാമത്തെ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് പെയ്ഡ്. എൻട്രി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആണ്. അത് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി പെയ്ഡ് ഓഫ്. എൻട്രി ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. എഗെയിൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയതെന്നുണ്ടെങ്കിൽ ഫൈൻ. അതർവൈസ് യു ഹാവ് ടു അഗെയിൻ വെയിറ്റ്. ദെൻ അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ്. ഓക്കെ, ഇത് പലരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് പലരും നമുക്കിവിടെ നേരിട്ട് വന്ന് ഡൗട്ടൊക്കെ ചോദിക്കുന്നവരുടെ അടുത്ത്
ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞ ഫണ്ടമെന്റലി മനസ്സിലാക്കി വെച്ച പല കാര്യങ്ങളും തെറ്റായിരുന്നു. അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ NPO ചാപ്റ്ററിൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ പഠിക്കും. സ്റ്റിൽ ഇവിടെ ഞാൻ എൻട്രി മാത്രം എഴുതുന്നു. എൻട്രി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലാവും. ഇത് പലരും തെറ്റിക്കാനാണ് ചാൻസ്. ഇത് ശരിക്കും നമ്മൾ 2 എൻട്രി ആയിട്ട് എഴുതണം. ഓക്കെ, ഇത് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി വരണം എന്നുണ്ടെങ്കിൽ ലിറ്ററലി 2 ആയിട്ടാണ് എഴുതുക. അഡ്വാൻസ് കമ്മീഷൻ റിസീവ്ഡ്. ആദ്യം എനിക്കൊരു കമ്മീഷൻ കിട്ടുകയാണ്. അപ്പോ ക്യാഷ് ഓർ ബാങ്ക് ടു അഡ്വാൻസ് കമ്മീഷൻ. ആൻഡ് ഈ ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്, അഡ്വാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ഇതിന്റെ ലോജിക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ഇതിന് ശേഷം വരുന്നതിൽ കുറച്ച് പറഞ്ഞുതരും. ദെൻ ബാക്കിയുള്ളത് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചാപ്റ്റർ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് നല്ലപോലെ ക്ലാരിറ്റി വരും. ഇത് എനിക്ക് അടുത്ത വർഷത്തെ ഇൻകം ഈ വർഷം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതാണ്. അടുത്ത വർഷത്തെ ഒരു ഇൻകം ഈ വർഷം കിട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും എന്റെ ഈ വർഷത്തെ P&L വരില്ല. അതുകൊണ്ടാണ് ഒരു സൈഡിൽ അസറ്റും മറ്റൊരു സൈഡിൽ ലയബിലിറ്റിയും ബാധിക്കുന്നത്. ഇതിന് അടുത്ത വർഷം നമ്മൾ ശരിക്കും എഴുതുക, ഈ അഡ്വാൻസ് ലയബിലിറ്റിയെ, അഡ്വാൻസ് കമ്മീഷനെ ക്യാൻസൽ ചെയ്തിട്ട് ടു കമ്മീഷൻ ഇൻകം. കമ്മീഷൻ ഇൻകം ഇത് കുറച്ചൊരു അഡ്വാൻസ് എൻട്രി ആണ്. ഐ മീൻ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് ജേണൽ എൻട്രി ആണ്. ഇത് പ്രോസസ് പലരും 90% ആൾക്കാരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് പ്രോസസ്സായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇത് പ്രോസസ്സായി വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. പ്രോസസ് ആവാൻ ഞാൻ പറയുന്ന ചാൻസ് കുറവാണ്. ജസ്റ്റ് വെയിറ്റ് ഫോർ സം ഡേയ്സ്, ഈവൺ സം ചാപ്റ്റേഴ്സ്. കുറച്ച് ഈ ഒരു NPO ചാപ്റ്റർ ഒക്കെ കഴിയുന്ന സമയത്ത് നല്ല ക്ലാരിറ്റി വരും. അതിൽ നമ്മൾ സബ്സ്ക്രിപ്ഷനെ വെച്ചിട്ടൊരു അടിപൊളിയായിട്ടൊരു കാര്യമൊക്കെ പറഞ്ഞുതരാം. അതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ശരിക്കും ഇങ്ങനെ 2 എൻട്രി എഴുതാം, ഓർ ഇങ്ങനെ എൻട്രി എഴുതിയാലും കുഴപ്പമില്ല. നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, പ്ലസ് അതിന്റെ കൂടെ ഇതും കൂടി ചേർത്ത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ച് ഇതെല്ലാം മുഴുവൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആണെന്ന് നിങ്ങൾ തന്നെ വിചാരിച്ചോളൂ. അതർവൈസ് നിങ്ങൾ ജസ്റ്റ് ട്രൂ ടു യുവർ സെൽഫ്, വാച്ച് ദി ക്ലാസ്സസ് ആഫ്റ്റർവേർഡ്സ്. ഇതിന് ശേഷം വരുന്ന ക്ലാസ്സസ് കാണുക. ആൻഡ് ഇതിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രത്തോളം ക്ലാരിറ്റി സബ്ജക്റ്റിൽ വരുത്തുക എന്നുള്ളത് നമ്മൾ നോക്കും. ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ മാക്സിമം എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പുഷ് ചെയ്യും. എത്ര താഴ്ന്ന് പറഞ്ഞുതരാൻ പറ്റും അത്രയും താഴ്ന്ന് പറഞ്ഞുതരും. ബട്ട് അൾട്ടിമേറ്റ്ലി ഇത് പേപ്പർ അക്കൗണ്ടൻസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടേതായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ തന്നെ +1 മെറ്റീരിയലത്തെ ഒരു 200-250 ജേണൽ എൻട്രീസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ താഴെ ഇതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് കാണിച്ചു തരാം. ആ ഫോർമാറ്റിൽ നിങ്ങൾ ജേണൽ എൻട്രി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഓക്കെ, ഫൈനലൊക്കെ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം എന്നുള്ളവർ ഇതിന് ശേഷമുള്ള ക്ലാസ് കാണുക. ദെൻ പ്രാക്ടീസ് ചെയ്യുക, എക്സസൈസ് ചെയ്യുക. ആൻഡ് ഇത് റെക്കോർഡഡ് ക്ലാസ് ആയതുകൊണ്ട് പലരും പല സമയത്താണ് കാണുക. നിങ്ങൾ ഏത് സമയത്ത് വേണമെങ്കിലും കണ്ടോളൂ. ബട്ട് നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, അറ്റ്ലീസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഈ പോർഷൻ, ഇതിന് ശേഷം എടുക്കുന്ന ഒരു പോർഷൻ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം പറഞ്ഞുതരും. അതിനുശേഷം വരുന്ന 200 എൻട്രീസ് നിങ്ങൾ ഏത് സമയത്ത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ആ എക്സസൈസ് ചെയ്തിട്ട് ഇവിടെ താഴെ ഇവിടെ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്. അവിടെ പോയി അതാ, അത് എൻ്റെ ഫോൺ നമ്പറാണ് 9020042660. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഈ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തരുന്ന ഈ 200 ജേണൽ എൻട്രീസ് 200+ ഉണ്ട്. അത് നിങ്ങൾ ചെയ്ത് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. ഓക്കെ, ഞാൻ ബാക്കിയുള്ള ചാപ്റ്ററുകളിലൊന്നും ഞാൻ നിർബന്ധം പിടിക്കില്ല. നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ചെയ്യണം. എനിക്ക് വാട്സപ്പ് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. ബട്ട് ഇതെനിക്കൊന്ന് ഉറപ്പുവരുത്തണം. സോ പഠിക്കുക. ഇതിനുശേഷം എന്താ അവിടെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ഞാനത് പറഞ്ഞുതരാം. ആ ഫോർമാറ്റ് പഠിച്ച് ഒരു ക്വസ്റ്റ്യൻ ഞാൻ മുഴുവനായിട്ട് ഒരു 10-15 ജേണൽ എൻട്രി ഞാൻ മുഴുവനായിട്ട് പറഞ്ഞുതരും. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തരുന്ന ആ ക്വസ്റ്റ്യൻ, അതിന്റെ ഒരു PDF ഉണ്ട് ക്വസ്റ്റ്യന്റെ, ഏത് ക്വസ്റ്റ്യൻ ആണ് ഏതാണ് പേജ് എന്നുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം. ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്ത് സോൾവ് ചെയ്ത് വാട്സപ്പിൽ എൻ്റെ ഈ നമ്പറിലേക്ക് അയച്ചു. ഓക്കെ, അപ്പോൾ ഇതുവരെ ഒരു ക്ലാരിറ്റി വന്നു എന്ന് മനസ്സിലാക്കി വിചാരിക്കുന്നു. ഇപ്പോ ഈ പറഞ്ഞ 5 എൻട്രി സാർ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ ആവണ്ട. കുറച്ച് നല്ല ജേണൽ എൻട്രീസ് ആണ് തന്നിരിക്കുന്നത്.
അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇതറിയില്ല എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് വഴിയെ പഠിക്കാം. അപ്പൊ താഴെ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെ നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ സി യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ നമ്മൾ ജേണൽ എൻട്രി പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ലെക്ചറിൽ, നമ്മുടെ ആപ്പിൽ ഈ ലെക്ചറിന്റെ താഴെയായിട്ട് ഒരു PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. +1 NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അത് നമ്മളൊരു 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ലേ, അപ്പൊ അതിൽ ഞാനൊരു 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറയാം, ദെൻ അത് ഞാൻ അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു ഫോമാറ്റ്, ഇതിപ്പോ ഞാൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. +1 NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു 15-16 ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നു. അത് ഞാൻ മുഴുവനായിട്ട് ഇതിൽ ചെയ്യാം. നിങ്ങളിത് കൂടെ എൻ്റെ കൂടെ ചെയ്യണം. കൈകെട്ടിയിരുന്ന് പഠിക്കാൻ പറഞ്ഞതൊക്കെ ഒന്ന് വിട്ട് ഒന്ന് റിലീവ് ചെയ്ത് ജേണൽ എൻട്രി പഠിക്കുന്നതിലേക്ക് എത്തും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ട്രാൻസാക്ഷൻ, ഒരു ക്വസ്റ്റ്യനിൽ കുറെ ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. ആ ട്രാൻസാക്ഷനെ നേരെ ജേണൽ എൻട്രി എഴുതുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടി ഒന്ന് പ്രോസസ് ചെയ്യാൻ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ അക്കൗണ്ടിങ് ടേം, ക്ലാസിഫിക്കേഷൻ, കുറെ റൂള് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറെ പറഞ്ഞില്ലേ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ റൂൾ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ മുമ്പ് ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിലെടുത്തത്, ഈ റൂള് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക. ഇത് തലയിൽ കയറി ബൈഹാർട്ട് ആയിട്ട് തന്നെ തലയിൽ കയറണം. ബൈഹാർട്ട് അല്ല, അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ലയബിലിറ്റിയും ഇൻകവും ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും, ഡിക്രീസ് ആയി കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുന്നുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ റൂള് നിങ്ങളുടെ തലയിൽ കയറിയേ പറ്റൂ. പതിയെ പതിയെ കയറും. ബട്ട് ഈ ഒരു നമ്മുടെ എക്സസൈസ് ചെയ്യാൻ വേണ്ടി ഇതൊന്നും എവിടെയെങ്കിലും വേണമെങ്കിൽ ഒരു കയ്യിലല്ല, ഒരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് ഈ പറയുന്ന 200-250 ജേണൽ എൻട്രീസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. നിങ്ങൾ ഇനി ഫൗണ്ടേഷനിൽ 400-ൽ 350 മുകളിൽ 370 മാർക്ക് വാങ്ങിച്ചവരാണെന്നുണ്ടെങ്കിലും, ഇനി 200 വാങ്ങിച്ച് ജസ്റ്റ് പാസ് ആണെന്നുണ്ടെങ്കിലും, ഡിഗ്രിക്ക് 70% മാർക്കാണെങ്കിലും ഡിഗ്രിക്ക് 90+ മാർക്കാണെന്നുണ്ടെങ്കിലും നിങ്ങളിത് ചെയ്യൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വെർത്തായിരിക്കും. ഓക്കെ, നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെന്താണെന്ന് ആദ്യം ഫോർമാറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്പർ. ഈ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, ഞാനിപ്പോ ക്വസ്റ്റ്യൻ കാണിച്ചത്. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ഈ ഇതുണ്ടല്ലോ, കാണുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഇതിലത്തെ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡേറ്റിന്റെ, നമുക്കൊരു റെഫറൻസ് നമ്പർ, നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ ഏത് ട്രാൻസാക്ഷനെയാണ് അവിടേക്ക് എഴുതാൻ പോകുന്നത് കാണിക്കാൻ. നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. ഈ ഡേറ്റുകൾ ഉണ്ടല്ലോ, 30, 30, 30, 29, 24, 20, ഇതിനെ അവിടെ നമ്പർ എന്ന് എഴുതിയാൽ മതി. അതിന് വലിയ റെലവൻസ് ഇല്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് കോർ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പുറത്താണ്. അക്കൗണ്ടിങ് ടേംസ്. ടേംസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും അതിൽ മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ശരിയല്ലേ? ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന 2 ടേമുകൾ, ഒന്ന് ക്യാഷും പിന്നെ ഒന്ന് ക്യാപിറ്റലുമാണ്. മിസ്റ്റർ എക്സ് പർച്ചേസർ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുക ആൻഡ് ഒരാളുടെ നിന്ന് വാങ്ങിച്ചു, മേ ബി ക്യാഷ് കൊടുത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ക്രെഡിറ്ററുടെ നിന്നായിരിക്കും. അപ്പൊ പർച്ചേസും ക്രെഡിറ്റർ എന്ന് പറയുന്നത് 2 ടേമുകളാണ്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ മുഴുവനായിട്ട് ചെയ്തു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും. അപ്പൊ ഈ അക്കൗണ്ടിങ് ടേമുകൾ എന്ന് പറയുന്നത് എല്ലാത്തിലും എന്തുണ്ടാവും, മിനിമം 2 അക്കൗണ്ടിങ് ടേമുകൾ ഉണ്ടാവും. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ. ഈ ഓരോ ടേമുകളെയും നിങ്ങളൊന്ന് ആലോചിച്ച് ടേമുകൾ എത്ര ക്ലാസിഫിക്കേഷൻ ആക്കാം? 4 എണ്ണം ആക്കാം. അസറ്റ്, ലയബിലിറ്റി, ഇൻകം ഓർ എക്സ്പെൻസ്. ഇത് നിങ്ങൾ ആക്കണം. ദെൻ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ സംഭവിച്ചെന്നുള്ളത്, ഈ ഓരോ ടേമുകൾക്കും അതിന്റെ മോണിറ്ററി വാല്യൂവിന് ഇൻക്രീസ് ആണോ സംഭവിച്ചത് ഓർ ഡിക്രീസ് ആണോ സംഭവിച്ചത് എന്നുള്ളത് നോക്കണം. എങ്ങനെയാണ് ആലോചിക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആ ഹെഡിങ് ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ദെൻ അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ, എങ്ങനെയാ? ആസ് പെർ റൂൾ. റൂൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾ അസറ്റ്സ് ആൻഡ് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് വെൻ ഇറ്റ് ഈസ് ഇൻക്രീസസ്, ഓക്കെ, ക്രെഡിറ്റഡ് വെൻ ഇറ്റ് ഈസ് ഡിക്രീസസ്. അപ്പൊ അതേപോലെ ലയബിലിറ്റി കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണു, കുറയുന്ന സമയത്ത് ഡെബിറ്റ് ചെയ്യണം. ആ റൂള് എപ്പോഴും മൈൻഡിൽ വേണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു തരാം. ഇതിനെ ബേസ് ചെയ്ത് ഇതിന് ശേഷം തരുന്ന
കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ PDF ആയിട്ട് തന്നെ ഓരോ PDF-ലും ഏതാണ് പേജ് നമ്പർ, ഏതാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ ഈ ആപ്പിൽ തന്നെ താഴെ PDF-ന്റെ താഴെ ഞാൻ മെൻഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഇതിന്റെ PDF എന്തായാലും ഞാനിപ്പോൾ ഇടാൻ പോകുന്നുണ്ട്, ഇതിന് താഴെ ഉണ്ടാവും. ജസ്റ്റ് ഇപ്പൊ നോക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, എന്താ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. 1/4/2017 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് ₹1,50,000. ഓക്കെ, ഇവിടെ നമ്മൾ എമൗണ്ട് ഇപ്പൊ തൽക്കാലം വിടാം, നമുക്ക് എമൗണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ടിന്റെ കോളം വെക്കാന്ന് മാത്രം, എമൗണ്ടിന്റെ കോളം ഇല്ലെങ്കിലും നിർബന്ധമില്ല, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 1,50,000. അപ്പോൾ നമ്മൾ എഴുതാൻ പോവുകയാണ്. ഡേ 1, അതിൽ 1 April എന്നാണ് പറഞ്ഞത്. അക്കൗണ്ടിങ് ടേം ഏതൊക്കെയാണ്? ഒന്ന് ക്യാഷ്, പിന്നൊന്ന് ക്യാപിറ്റൽ. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് 1,50,000 എന്നാണ് പറഞ്ഞത്. നമ്മളുടെ അക്കൗണ്ടിങ് ടേമുകൾ അതിൽ വരുന്നത് ക്യാഷും ക്യാപിറ്റലും ആണ്. ക്യാഷിന്റെ ക്ലാസിഫിക്കേഷൻ അസറ്റ് ആണ്. ഈ ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കണു, ഏതൊക്കെയാണ് അസറ്റ് ഏതൊക്കെയാണ് ലയബിലിറ്റി എന്നുള്ളത് അറിയുന്ന വിചാരിക്കണം. ഇനി അത് അറിയില്ലെങ്കിലും നമ്മളിത് ചെയ്തു വരുന്ന സമയത്ത് നമുക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 200 ജേണൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് വാട്സപ്പിൽ എനിക്ക് അയച്ചു തരൂ. ഞാൻ അത്രയും പേർക്ക് ഞാൻ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം, നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ തിരുത്തി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. ദെൻ നിങ്ങൾക്കും ഇതിന് ശേഷമുള്ള ബാക്കി ചാപ്റ്റേഴ്സ് എളുപ്പവും എനിക്ക് പഠിപ്പിക്കാനും എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, ക്യാഷ് 0 ആയിരുന്നു, ബിസിനസ്സിലോട്ട് ക്യാഷ് വരികയാണ്, ക്യാഷ് 1.5 ലക്ഷമായി മാറുകയാണ്. ദാറ്റ് മീൻസ് അസറ്റ് ക്യാഷ് ഇൻക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്, ഇൻക്രീസ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്, നിങ്ങൾ +1 തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ലയബിലിറ്റി മുമ്പ് 0 ആയിരുന്നു, ബിസിനസ് തുടങ്ങിയത് കൊണ്ട് ലയബിലിറ്റി 1.5 ലക്ഷമായിട്ട് ഇൻക്രീസ് ആയി. ശരിയല്ലേ? ലയബിലിറ്റി ഇൻക്രീസ് ആയി. ദെൻ അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റൂൾ അപ്ലൈ ചെയ്യൂ, ഡെബിറ്റ്. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ റൂൾ എന്താ? ക്രെഡിറ്റ്. നോക്കൂ എത്ര സിമ്പിളായി കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഓരോ ട്രാൻസാക്ഷനും എഴുതാൻ പോവാണ്. ഇതിൽ വെറും 15 എണ്ണേ ഉള്ളൂ. നിങ്ങൾ എത്ര എണ്ണം ചെയ്യും? 200 എണ്ണം നിങ്ങൾ ചെയ്യും. ഓക്കെ, അടിപൊളിയല്ലേ? ഓക്കെ, നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ ചെയ്തിട്ട് പോവാം. കൂടെ എഴുതി വരൂ. ഇനിയിപ്പോൾ ഫസ്റ്റത്തെ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റത്തെ എഴുതൂ. ദെൻ ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞ് എൻ്റെ കൂടെ എഴുതി നിങ്ങൾ തന്നെ പ്രോസസ്സ് ചെയ്ത് സമാധാനത്തിൽ വരിക. ഓക്കെ, ഒരു തിരക്കുമില്ല. നമുക്ക് പോർഷൻസ് ഒക്കെ സമയത്തിന് തീരും. നിങ്ങൾ സമയത്തിന് പഠിക്കാം, നിങ്ങൾ നല്ല കുട്ടികളാണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സെക്കൻഡ് അഗൈൻ 1-ാം തീയതി തന്നെയാണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ. ഓക്കെ, 36,000 പർച്ചേസ്ഡ് ഫ്രം മനീഷ. ഒരു പേരൊക്കെ തന്നു കഴിഞ്ഞാൽ ഇത് ക്രെഡിറ്റ് പർച്ചേസ് ആണ് കേട്ടോ, ക്രെഡിറ്റ് പർച്ചേസ്. എമൗണ്ട് ഇപ്പൊ നമ്മൾ നോക്കണില്ല. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം, ഇത് ഫോം അല്ല, ഫ്രം ആണ്. ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ 36,000. ഗുഡ്സ് ഇത് രണ്ടാമത്തെ 1-ാം തീയതി 1 തന്നെയാണ്. ദെൻ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം മനീഷ വരുന്നത് ഒന്ന് പർച്ചേസ് ആണ്. 2 ടേമുകൾ ഏതൊക്കെയാ? ഒന്ന് പർച്ചേസ് എന്ന് പറഞ്ഞ ടേം വരും, രണ്ടാമത്തെ ടേം മനീഷ. മനീഷ എന്ന് പറയുന്നത് ക്രെഡിറ്റർ ആണ് അല്ലെ? ഞാൻ പർച്ചേസ് ചെയ്യുന്നത് കടത്തിലാണെന്നുണ്ടെങ്കിൽ ആ ആളെ പറയുന്ന പേര് ക്രെഡിറ്റർ എന്നാണ്. ഇവിടെ മനീഷ ക്രെഡിറ്റർ ആണ്, ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലയബിലിറ്റി ആണ്. ക്ലാസിഫിക്കേഷൻ ആണ് നെക്സ്റ്റ് വൺ. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, മനീഷ ക്രെഡിറ്റർ ആണ്, ദാറ്റ് മീൻസ് ലയബിലിറ്റി. എക്സ്പെൻസ് എന്താ സംഭവിച്ച്? പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുകയാണ് ചെയ്യുക, എക്സ്പെൻസ് ഇൻക്രീസ് ആയി. ലയബിലിറ്റി, ഞാൻ മനീഷയ്ക്ക് പൈസ കൊടുക്കാനുള്ള കടം കൂടി, ലയബിലിറ്റി ഇൻക്രീസ് ആയി. ഇനി എന്ത് ചെയ്യണം? ഡെബിറ്റും ക്രെഡിറ്റും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും, നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ ഈ എക്സ്പെൻസ് ഇൻക്രീസ് ആയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് മുകളിൽ മീൻസ് നിങ്ങളുടെ ബുക്കിൽ പോയിട്ട് നോക്കുക. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഈ ഡെബിറ്റും ക്രെഡിറ്റും മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ജേണൽ എൻട്രി എഴുതാം. അപ്പൊ എന്ത് എൻട്രി വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു മനീഷ എന്ന് പറഞ്ഞിട്ട് എൻട്രി വരും.
ശരിയല്ലേ? പക്ഷെ അതിന് മുമ്പ് എന്തൊക്കെ അറിയണം? ഇത് ഏതൊക്കെയാണ് അക്കൗണ്ടുകൾ വരിക, അത് എക്സ്പെൻസ് ആണോ, ലൈബിലിറ്റി ആണോ, ഇൻക്രീസ് ആണോ, ഡിക്രീസ് ആണോ, അതോ രണ്ടും ഇൻക്രീസ് ആണോ? ഡെബിറ്റും എന്തായാലും വരില്ല, ക്രെഡിറ്റും എന്തായാലും വരില്ല. എന്തേ വരുള്ളൂ? ഡെബിറ്റും ക്രെഡിറ്റേ വരുള്ളൂ. ഏതിനെ ഡെബിറ്റ് ചെയ്യണം, ഏതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, രണ്ടെണ്ണം കഴിഞ്ഞു. മൂന്നാമത്തെ കൂടെ എഴുതിയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കണം. ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. ഫസ്റ്റത്തെ ക്ലാസ് ഒക്കെ സ്ലോ ആയിട്ട് പോകാം. പിന്നെ നിങ്ങൾ ഇത് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പം. ദെൻ 1.4 സ്റ്റേഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് 2200. സ്റ്റേഷനറി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് വരുന്ന ഒരു ഐറ്റം ആണ്. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്. അടുത്ത ടേം ക്യാഷ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് പർച്ചേസ് വരാത്തത്? മോളിൽ സാറേ പർച്ചേസ്, ഗുഡ്സ് പർച്ചേസ് ഫ്രോം മനീഷ, പർച്ചേസും മനീഷയും പറഞ്ഞു. ഇവിടെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പർച്ചേസ് അല്ലേ വരേണ്ടത് ചോദിക്കും. അങ്ങനെയല്ല, പർച്ചേസ് എന്ന് വരുന്നത് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങിക്കുമ്പോഴാണ് ഞാൻ പർച്ചേസ് എന്നുള്ള ലെഡ്ജർ യൂസ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. സ്റ്റേഷനറി എന്ന് പറയുന്നത് ഞാൻ ആ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നതാണ്. അത് ഞാൻ വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതല്ല, ഞാൻ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. അപ്പൊ ഇവിടെ വരുന്നത് സ്റ്റേഷനറി ആണ്. സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ദെൻ ക്യാഷ്. ഓക്കെ, അപ്പൊ വരുന്നത് എഗെയിൻ ഒന്ന് തന്നെയാണ്. സ്റ്റേഷനറി ദെൻ ക്യാഷ്. സ്റ്റേഷനറി എക്സ്പെൻസ് ആണ്, ക്യാഷ് അസറ്റ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ആവുകയാണ്. സ്റ്റേഷനറി വാങ്ങിച്ചു എന്നാണ് പറയുന്നത്, ഇൻക്രീസ് ആവുകയാണ്. ക്യാഷ് അസറ്റ് ആണ്. എൻ്റെ ഇന്ന് ക്യാഷ് പോവുകയാണ്, ഒരു എക്സ്പെൻസ് വരികയാണ്. ഓക്കെ, എക്സ്പെൻസ് കൂടി, ക്യാഷ് കുറഞ്ഞു. ക്യാഷ് അസറ്റ് ആണ്, ഡിക്രീസ് ആയി. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി റൂള് പോയി നോക്കുക, എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അസറ്റ് ഡിക്രീസ് ആണ്, ക്യാഷ് അസറ്റ് ആണ്, ഡിക്രീസ് ആവുകയാണ്, എന്ത് ചെയ്യണം? റൂള് പോയി നോക്കുക, ക്രെഡിറ്റ് ചെയ്യണം. ഇനിയിപ്പോ സാറുടെ അത്ര സ്പീഡിൽ വരുന്നില്ല, ഞാൻ സ്ലോ ആയിട്ടാണ് പോകുന്നത്. ഇനി ഈ സ്പീഡിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ദെൻ റൂള് ബൈ ഹാർട്ട് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്യണം, ബൈ ഹാർട്ട്. ഓക്കെ, 3 കഴിഞ്ഞു. ഇനി ഇതിൽ എത്ര ഉണ്ട്? നമുക്ക് പതുക്കെ പോവാം, ഒരു തിരക്കും ഇല്ല. ഇപ്പൊ എന്താ തിരക്ക്? 2.4 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI 35,000. എമൗണ്ട് വേണ്ട, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ദാറ്റ് മീൻസ് എന്റെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് എനിക്കൊരു അസറ്റ് ആണ്, എന്റെ ക്യാഷ് എന്ന് പറയുന്നത് എന്റെ അസറ്റ് ആണ്. ഞാൻ എന്റെ ക്യാഷിനെ കൊണ്ട് ഈ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സംഭവിക്കുന്നത്, ബിസിനസ്സിൽ സംഭവിക്കുന്നത്, ക്യാഷ് ബാലൻസ് കുറയും. ദെൻ എന്ത് കൂടും? ബാങ്ക് ബാലൻസ് കൂടും. രണ്ടും അസറ്റ് ആണ്, ഒരു അസറ്റ് കുറയും, മറ്റേ അസറ്റ് കൂടും. ശരിയല്ലേ? ഓക്കെ, അപ്പോ 2-ാം തീയതിയാണ്. 2-4 ഇങ്ങനെ വേണമെങ്കിൽ എഴുതിയോളൂ, നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യണമെന്നേ ഉള്ളൂ. ഒന്ന് ക്യാഷ്, പിന്നൊന്ന് ബാങ്ക്. ശരിയല്ലേ? ക്യാഷ് കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ടുപോയി ഇട്ട് ബാങ്ക് ഓപ്പൺ ചെയ്യാണ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. ക്യാഷ് അസറ്റ് ആണ്, ബാങ്കും അസറ്റ് ആണ്. ക്യാഷ് ബാലൻസ് ഡിക്രീസ് ആവുകയാണ്, ബാങ്ക് ബാലൻസ് ഇൻക്രീസ് ആവും. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ക്രെഡിറ്റ് എന്താ സാറേ മുകളിൽ എഴുതണമെന്നൊന്നും നോക്കണ്ട, അത് ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്ന് മാത്രം എഴുതിയാൽ മതി. നമ്മൾ ജേണൽ എൻട്രി അല്ലല്ലോ എഴുതണം, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്, അതിന് കുഴപ്പമില്ല. അങ്ങനെ ബാങ്ക് അക്കൗണ്ടും തുടങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോ എവിടെ എത്താം? ഓക്കെ, ഗുഡ്സ് സോൾഡ് ടു പ്രിയ 16,000. ഗുഡ്സ് സോൾഡ് ടു പ്രിയ എന്നാണ് പറഞ്ഞത്, പ്രിയ ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാഷ് സെയിൽ ആവും. പ്രിയക്ക് ഗുഡ്സ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽ ആണ്. ഓക്കെ, ക്രെഡിറ്റ് സെയിൽ. അപ്പൊ വരുന്നത് സെയിലും വരും, പ്രിയയും വരും, 2 ടേമുകൾ. ശരിയല്ലേ? ഗുഡ്സ് സോൾഡ് ടു പ്രിയ. ഡേറ്റ് നിങ്ങൾ നോക്കി എഴുതിയാൽ മതി, ഞാൻ ഡേറ്റിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണില്ല. അടുത്തത് സെയിൽസ് വരും, പ്രിയ വരും. പ്രിയ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെറ്റർ ആണ്, ബ്രാക്കറ്റിൽ അസറ്റ് എന്ന് എഴുതുക. ഓക്കെ, അസറ്റ് ആണ്. സെയിൽസ് ഇൻകം ആണ്. സെയിൽസ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം ഇൻക്രീസ് ആവുകയാണ്. പ്രിയ
ഡെറ്റർ ആണ്, അസറ്റ് ആണ്, ഇൻക്രീസ് ആവുകയാണ്. ഇൻകം ഇൻക്രീസ് ചെയ്തു, ക്രെഡിറ്റ് ചെയ്യണം. റൂളൊക്കെ തലയിൽ പ്രോസസ് ചെയ്തേ പറ്റൂ. പ്രിയ ഡെറ്റർ ആണ്, അസറ്റ് ആണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ്. മനസ്സിലായി വിചാരിക്കണം. ഇനി വേണി കുറച്ചൊരു സ്പീഡ് കൂട്ടി നോക്കാം, ശരിയല്ലേ? ഒന്ന് സ്പീഡിൽ പോവാം. 3-4 റിസീവ്ഡ് ചെക്ക് ഓഫ് ₹16,000 ഫ്രം പ്രിയ. ഓക്കെ, ഈ ഒരു കേസ് നമ്മൾക്ക് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ക്യാഷ് ബുക്കിൽ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിപ്പോ തൽക്കാലം നിങ്ങളിപ്പോ നോക്കണ്ട, കൺഫ്യൂഷൻ ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഇതിന് 2 ട്രീറ്റ്മെന്റ് ചെയ്യും. ഓക്കെ, നമ്മൾ CA ഓർ CMA ഫീൽഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല NCERT ബുക്കിൽ ചെയ്തിരിക്കുക. അപ്പൊ ഇപ്പൊ തൽക്കാലം ഇത് നോക്കണ്ട, ഇത് ഞാൻ നമ്മളുടെ BRS ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ദെൻ 5-4 സോൾഡ് ഗുഡ്സ് ടു നിധി 14,000. ഇപ്പൊ നമ്മൾ പ്രിയക്ക് സെയിൽ ചെയ്തു എന്ന് പറഞ്ഞ സെയിം തന്നെയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അത് ഞാൻ വീണ്ടും എഴുതുന്നില്ല. ഗുഡ് സോൾഡ് ടു നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സെയിൽ ആണ് അഗെയിൻ. ഇപ്പൊ പ്രിയയുടെ എഴുതിയ സെയിം എൻട്രി വരും. സെയിൽസ് എന്ന് പറയുന്നത് ഇൻകം ആണ്, ഇൻക്രീസ് ആവാണ്, ക്രെഡിറ്റ് ചെയ്യാണ്. നിധി എന്ന് പറയുന്നത് ഡെറ്റർ ആണ്, അസറ്റ് ആണ്, ഇൻക്രീസ് ചെയ്യാണ്, ഡെബിറ്റ് ചെയ്യാണ്. ഓക്കെ, അഗെയിൻ നമ്മുടെ സെയിം തന്നെയാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയത്. ദെൻ നിധി പേയ്സ് 14,000 ക്യാഷ്. അതായത് നിധിക്ക് ഞാൻ സെയിൽ ചെയ്തു, എന്നിട്ട് നിധി എനിക്ക് പൈസ തരികയാണ്. ഓക്കെ, അപ്പൊ ഇത് എഴുതാം. എത്രാം തീയതിയാ? 8-ാം തീയതിയാണ്. നിധി 14,000 രൂപ ക്യാഷ് തന്നു. 8-4 ഒന്ന് നിധി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം, ഡെറ്റർ അല്ലേ? ഓക്കെ, ദെൻ ക്യാഷ് തന്നു. ശരി, 2 ടേമുകൾ. ഓക്കെ, നിധി ഡെറ്റർ ആണ്. ഈ ഡെറ്റർ എന്ന് നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഡെറ്റർ എന്നൊന്നും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതുകയാണ്. ഡെറ്റർ ആണ്, അസറ്റ് ആണ്. അസറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്ലാസിഫിക്കേഷൻ. ക്യാഷ്, അസറ്റ്. നോക്കൂ, ഒരാള് എനിക്ക് പൈസ തരാനുണ്ട്, പൈസ തന്നു. എനിക്കൊരാൾ 100 രൂപ തരാനുണ്ട്, 100 രൂപ തന്നു എന്ന് വിചാരിക്കുക. തന്നു കഴിഞ്ഞാൽ ആളുടെ ബാലൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പൊ ഡെറ്റർ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഡിക്രീസ്? ഒന്നുകൂടി ആലോചിക്കും. 100 രൂപ എനിക്ക് ഒരാൾ തരാനുണ്ട്, 100 രൂപ തന്നു കഴിഞ്ഞാൽ 0 ആണ് ഇനി തരാനുള്ളത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ഡിക്രീസ്ഡ് ഫ്രം 100 to 0. ഓർ 100 തരാനുണ്ട്, എനിക്ക് 70 തന്നു, ഇനി 30 തരാനുണ്ട്. 70 കുറഞ്ഞതാണ്, എന്നിട്ടാണ് 30-ൽ എത്തിയത്. മനസ്സിലായോ? ഓക്കെ, എനിക്ക് ക്യാഷ് കിട്ടുകയാണ്, അസറ്റ് ആണ്, ഇൻക്രീസ് ആണ്. എനിക്ക് ക്യാഷ് കിട്ടണു, ഡെറ്റർ ബാലൻസ് കുറയണം. അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, അസറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, എളുപ്പമല്ലേ? ഇങ്ങനെ ഒരു 200 എണ്ണമൊക്കെ ചെയ്തു കഴിഞ്ഞാലുള്ള നിങ്ങളുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത് ആൻഡ് കോൺഫിഡൻസ് ആലോചിച്ച് നോക്കൂ. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് ഇതിൽ ടേമുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി എഴുതി വരുമ്പോൾ സമയം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 20,000 ഓൺ ക്രെഡിറ്റ് ഫ്രം റിതു. ഇത് അഗൈൻ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. നമ്മളുടെ 1-ാം തീയതിക്ക് എഴുതിയ സിമിലർ എൻട്രിയാണ്, ഞാൻ വീണ്ടും എഴുതുന്നില്ല. പർച്ചേസും റിതു ആണ് വരിക. റിതു ക്രെഡിറ്റർ ആണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. പർച്ചേസ് എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി എഴുതിയതാണ്, ഞാൻ അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ താഴെയുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിപ്പീറ്റഡ് എഴുതണം. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആയതുകൊണ്ട് ഞാൻ സിമിലർ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യണു. ഞാൻ ഈ എക്സാം പാസ്സായതാണ്, അപ്പോൾ എനിക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾ എഴുതാൻ പോവുകയാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കിപ്പ് ചെയ്യരുത്, പഠിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യും. ദെൻ ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് 6,000. ചെക്ക് വെച്ച് പേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ ബാങ്കിൽ നിന്ന് പൈസ പോകണമെന്നാണ് അർത്ഥം. നേരത്തെ സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേഷനറിയും ക്യാഷും വന്നു. ഇവിടെ ഒരു എക്സ്പെൻസ്, ഇൻഷുറൻസ് വാങ്ങി എന്ന് പറയുന്ന സമയത്ത്, ഇൻഷുറൻസ് പെയ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്, ക്യാഷിന് പകരം ബാങ്ക് വരും. ഓക്കെ, ഈ ഒരു എൻട്രി എഴുതാം. സിമിലർ ആണ്, എന്നാലും ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല, നോക്കിയാൽ മതി. ഇൻഷുറൻസ് ആൻഡ് ചെക്ക് ആയതുകൊണ്ട് ബാങ്ക്. ഓക്കെ, 2 ടേമുകൾ ഇതൊക്കെയാണ്. ഇൻഷുറൻസ് എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്, എക്സ്പെൻസ് വന്നു. ദെൻ ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ഡിക്രീസ് ആവുകയാണ് ചെയ്തിരിക്കുന്നത്.
എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജേർണൽ എൻട്രി എഴുതാൻ എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഇതിന്റെ ഗുണം പിന്നീട് മനസ്സിലാവും. അന്ന് പറയും ഇതൊക്കെ പഠിച്ചത് കൊണ്ട് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നു എന്ന് പറയും. ഇനി അടുത്തത് പെയ്ഡ് റെന്റ് 2000. റെന്റ് എക്സ്പെൻസ് ആണ്. ഓക്കെ, സ്റ്റേഷനറി ഒക്കെ പോലെ തന്നെയാണ്, ഇൻഷുറൻസ് ഒക്കെ പോലെ തന്നെയാണ്. റെന്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ആവുകയാണ്, ക്യാഷ് കുറയാണ്. റെന്റ് എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അസറ്റ് ആണ്, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. സിമിലർ ആണ്, ഞാൻ ചെയ്യുന്നില്ല. ഗുഡ്സ് കോസ്റ്റിംഗ് 1500 ഗിവൺ ആസ് ചാരിറ്റി. +1 പഠിച്ചിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ചാരിറ്റിക്ക് വേണ്ടി ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഗുഡ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പരിപാടി, ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യും. ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. എഗെയിൻ ഇങ്ങനെ വരുന്ന സിമിലർ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പിന്നെ പഠിക്കുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇതിലൊന്നും ഒരുപാട് പോവാത്തത്. പർച്ചേസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്ന മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. നമ്മളുടെ ഫ്ലോയിൽ എങ്ങനെയാ വരിക എന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ചാരിറ്റി എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഓക്കെ, പർച്ചേസ് ചാരിറ്റി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യും. ഗുഡ്സ് പർച്ചേസിനെ എന്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ഇപ്പോൾ നമ്മൾ എന്ത് പഠിക്കുക, 2 ടേമുകൾ ഉണ്ട്. ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. മനസ്സിലാക്കേണ്ടത് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാണ്. നിങ്ങൾ ശരിക്കും ഈ ഫ്ലോയിൽ എഴുതിയിട്ട് പോയാലും മതി. ചാരിറ്റി, എക്സ്പെൻസ്, ഇൻക്രീസ്, ഡെബിറ്റ്. ഓർ മറ്റേ രീതിയിലും ചെയ്യാം. എഴുതുമ്പോൾ 2 ടേമുകൾ ചാരിറ്റിയും പർച്ചേസും ആണെന്ന് വിചാരിക്കുക. ദെൻ ചാരിറ്റി എക്സ്പെൻസ് ആണ്, പർച്ചേസും എക്സ്പെൻസ് ആണെന്ന് വിചാരിക്കുക. എക്സ്പെൻസ് ഡിക്രീസ് ആവുകയാണ്. ലിറ്ററലി ഇതൊരു, അതാണ് പറഞ്ഞത്. ഇതിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. നമ്മളിവിടെ എക്സ്പെൻസിന് പകരം അസറ്റ് ആയിട്ട് വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. ഗുഡ്സ് എന്ന് പറയുന്നത് ലിറ്ററലി അസറ്റും ആണ്. നമുക്ക് അതിനെ എക്സ്പെൻസ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഇതിന് 2 വ്യൂ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇൻഡെപ്ത് ക്ലാസ് ഇതിന് ശേഷം വരുന്നതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറഞ്ഞുതരാം. ഇത് ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്. എൻ്റെ ഗുഡ്സ് കുറയുകയാണ്, ക്രെഡിറ്റ് ചെയ്യണം. തൽക്കാലം നമ്മളുടെ ഇവിടുത്തെ എയിം എന്താ? ഇവിടുത്തെ എയിം എന്ന് പറയുന്നത് നമ്മൾ ഇത് പഠിക്കണം. ഏതാ? ജേർണൽ എൻട്രി എങ്ങനെ എഴുതുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ബാക്കിയൊക്കെ തനിയെ വന്നോളും. ഇനി പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഫോർ 11,200. എമൗണ്ട് നോക്കണ്ട, പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ. ഈ ഫർണിച്ചർ ഞാൻ ഫർദർ സെയിലിന് വേണ്ടിയിട്ടല്ല വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ പർച്ചേസ് എന്നുള്ള വേർഡ് കണ്ട് തെറ്റിക്കരുത്. ഇവിടെ വരുന്ന ടേമുകൾ ഒന്ന് ഫർണിച്ചറും പിന്നൊന്ന് ക്യാഷും ആണ്. ചെക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ക്യാഷ് ആണ് ഇവിടെ വരിക. എന്തുകൊണ്ട് ഇവിടെ പർച്ചേസ് വരുന്നില്ല? പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഫർദർ സെയിലിന് വേണ്ടി വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആണെങ്കിലാണ് ഞാൻ പർച്ചേസ് എന്നുള്ള ടേം യൂസ് ചെയ്യുക. അതർവൈസ് ഫർണിച്ചർ ഒക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അത് അസറ്റ് ആണ്. ഓക്കെ, ഫർണിച്ചർ പർച്ചേസ്ഡ്. ഒന്ന് ഫർണിച്ചർ ആണ്, അസറ്റ് ആണ്, ഇൻക്രീസ് ആണ്. എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ദെൻ എൻ്റെ ഇന്ന് ക്യാഷ് പോകുന്നുണ്ട്, അസറ്റ് ആണ്, ഡിക്രീസ് ആണ് സംഭവിക്കുന്നത്, ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? ഓക്കെ. ക്യാഷ് വിഡ്രോൺ ഫോർ ഹൗസ് ഹോൾഡ് പേർപ്പസസ് എമൗണ്ട് ഉണ്ട്. പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതിനെ ഡ്രോയിങ്സ് എന്നാണ് പറയുക. എഗെയിൻ ഇത് ഞാൻ ക്യാഷ് ബുക്ക് വരുന്ന സമയത്ത് ഈ എൻട്രി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇവിടെ എൻട്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കോംപ്ലിക്കേറ്റഡ് എൻട്രീസ് ഒന്നും പഠിച്ചിട്ട് കൊളവാക്കേണ്ട ആവശ്യമില്ല. ഡ്രോയിങ്സ് അക്കൗണ്ട് അറ്റ് ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് വരിക. എഗെയിൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാം. ഇതിപ്പോൾ തൽക്കാലം വിടും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ക്യാഷ്. ഇൻട്രസ്റ്റ് റിസീവ് ചെയ്തു എന്നാണ് പറയുന്നത്. അതെന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ടേമുകൾ ഏതൊക്കെയാ? ഇൻട്രസ്റ്റ് ബ്രാക്കറ്റിൽ അത് ഇൻകോ ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻകോ ആണ്. റിസീവ്ഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രസ്റ്റ് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസ് ആണ്. റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻകോ. ഇൻട്രസ്റ്റും ക്യാഷും. ക്യാഷ് അസറ്റ് ആണ്, ഇൻട്രസ്റ്റ് ഇൻകോ ആണ്,
ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം. അതേപോലെ ക്യാഷ് അസറ്റ് ആണ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ആർക്കെങ്കിലും ഇടയിൽ വെച്ച് ഫ്ലോ മിസ്സായി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? റൂള് വൃത്തിക്ക് പഠിക്കുക. ആൻഡ് ഈ സ്പീഡിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ലെക്ചർ കണ്ടാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾ അടുത്ത ലെക്ചർ കണ്ടാൽ മതി. ഓക്കെ, ഫൈൻ. ഇനി ഏതാ? ക്യാഷ് സെയിൽസ് നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ക്രെഡിറ്റ് സെയിലാണ് പറഞ്ഞ്. ക്യാഷ് സെയിൽ വരുന്ന സമയത്ത് ഡെറ്റർ ഉണ്ടാവില്ല, അതിന് പകരം സെയിൽസ്. ക്യാഷും ഉണ്ട് സെയിൽസും ഉണ്ട്. ക്യാഷ് ഇൻക്രീസ് ആവുകയാണ്, അസറ്റ് ആണ്. ക്യാഷ് അസറ്റ് ആണ്, ഇൻക്രീസ് ആവുകയാണ്, ഡെബിറ്റ് ചെയ്യും. സെയിൽസ് ഇൻകം ആണ്, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യും. ഇത് ബേസിക് ആണ്, അഗൈൻ ഞാൻ പറയുന്നില്ല. നേരത്തെ നമ്മൾ സെയിലിന്റെ കാര്യം പറഞ്ഞതാണ്. കമ്മീഷൻ പെയ്ഡ് ബൈ ചെക്ക്, നമ്മുടെ ഇൻഷുറൻസ് പെയ്ഡ് ബൈ ചെക്ക് എന്ന് പറയുന്ന പോലെ കമ്മീഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ചെക്കിലാണ് കൊടുക്കുന്നത്. ചെക്ക് എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസ് ആണ്, അസറ്റ് ആണ്, ഡിക്രീസ് ചെയ്യാണ്, ക്രെഡിറ്റ് ചെയ്യണം. സിമിലർ, റിപ്പീറ്റേറ്റീവ്. ഓക്കെ. പേയ്മെന്റ് ഓഫ് സാലറി ഇൻ ക്യാഷ്. സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്, ഇൻക്രീസ് ആണ്, ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്, ഡിക്രീസ് ചെയ്യാണ്, ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ഈ ഡേറ്റ് ഒക്കെ വെച്ച്, ഈ ഫോർമാറ്റ് ഒക്കെ വെച്ച്, ഇൻക്ലൂഡിങ് ദിസ് ക്വസ്റ്റ്യൻ ഇല്ലസ്ട്രേഷൻ 2, ഇൻക്ലൂഡിങ് ദിസ് ഇല്ലസ്ട്രേഷൻ വൃത്തിക്ക് ചെയ്ത് ഫോർമാറ്റ് ഒക്കെ വരച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ എഴുതി എനിക്ക് ഫോട്ടോ അയച്ചു തരണം. ഓക്കെ, അപ്പോ ഈ സെഷൻ ഞാനിപ്പോ ഇവിടെ വെച്ച് നിർത്തും. ഇത് വൃത്തിക്കൊന്ന് പഠിക്കുക, റൂള് പഠിക്കുക. ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുഷ് ചെയ്യാനുള്ളത് പുഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളാണ് നിങ്ങളെ തന്നെ പുഷ് ചെയ്യേണ്ടത്. ഒരു ട്രാൻസാക്ഷൻ വായിക്കുക, ടേമുകൾ ഐഡന്റിഫൈ ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, റൂൾ അപ്ലൈ ചെയ്യുക, ഡെബിറ്റും ക്രെഡിറ്റും തിരിച്ചറിയുക. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു എക്സ്ട്രാ കാര്യം, ജേണൽ എൻട്രി എഴുതണമെന്ന് ഞാൻ പറയില്ല. ജേണൽ എൻട്രി നമുക്ക് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എഴുതാതിരിക്കാം. ഈ ഫോർമാറ്റ് മുഴുവൻ ചെയ്ത് കഴിഞ്ഞാൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഫസ്റ്റ് ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് നമ്മൾ ചെയ്തത് ഫോർമാറ്റ് വരയ്ക്കുകയാണ് ചെയ്തത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്. ജേണൽ എൻട്രിയുടെ ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ജേണൽ എൻട്രി എഴുതാം. ബട്ട് ദാറ്റ് ഡസന്റ് മേക്ക് എനി ഡിഫറൻസ്. നമ്മൾ മറ്റേ ഫോർമാറ്റിൽ നിന്ന് ഈ ഫോർമാറ്റിലേക്ക് മാറ്റണമെന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ എഴുതിയ ഡെബിറ്റും ക്രെഡിറ്റും ഇതിൽ ശരിയാണോ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് താഴെ ഇതിൽ ആൻസർ ഉണ്ട്. ഈ PDF ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെ പേജിലുള്ള ഏതൊക്കെ ഇല്ലസ്ട്രേഷൻ ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ക്രോസ് ചെക്ക് ചെയ്യുക. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മളുടെ ഫോർമാറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജേണൽ എൻട്രി അതിന്റെ താഴെ എഴുതുന്നതാണ് ബെറ്റർ. കുറച്ചുകൂടി ഒരു എഫക്റ്റീവ്നെസ് കൂടുതലായിരിക്കും. എന്ത് ചെയ്യുക, ഇപ്പൊ ഇല്ലസ്ട്രേഷൻ 2 എടുത്തു. ക്വസ്റ്റ്യനെ ഒന്നും ബുക്കിലേക്ക് എഴുതല്ലേ, ക്വസ്റ്റ്യനെ ഒന്നും ബുക്കിലേക്ക് എഴുതരുത്. നമ്മളുടെ ഫോർമാറ്റ് വരയ്ക്കുക. ഈ ചെയ്തതുപോലെ എല്ലാം അതിനെ വൃത്തിക്ക് എഴുതുക. അതിന്റെ താഴെ ജേണൽ എൻട്രീസ് എന്ന് പറഞ്ഞ് ജേണൽ എൻട്രീസ് അതേപോലെ എഴുതുക. ഇത് നോക്കിയിട്ടല്ല എഴുതേണ്ടത്, നിങ്ങളുടെ ആ ടേബിൾ നോക്കിയിട്ട് എഴുതുക. മുഴുവൻ എഴുതി കഴിഞ്ഞിട്ട് ബുക്കിലുള്ള ആൻസറുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ക്ലിയർ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറയാ ഇറ്റ്സ് വർത്ത്. നിങ്ങൾക്ക് നല്ലപോലെ ഗുണം ചെയ്യും. എത്ര ഒരു ശരിക്കും പറഞ്ഞ് ഞാൻ ഏകദേശം നോക്കിയപ്പോൾ ഒരു 200+ ക്വസ്റ്റ്യൻസ്, 200+ ട്രാൻസാക്ഷൻസ് ഉണ്ട്. 10-12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് മുഴുവൻ ചെയ്യണം എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പ്രിഫർ ചെയ്ത് മാക്സിമം എനിക്ക് അയച്ചു തരാൻ നോക്കൂ. മടി കാണിക്കരുത്. ഓക്കെ, നമുക്ക് 70+, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 70+ വാങ്ങിക്കണം. പറഞ്ഞു തരാനുള്ളത് ഞാൻ വൃത്തിക്ക് പറഞ്ഞു തരും. ബാക്കി നിങ്ങൾ പണിയെടുക്കണം. നിങ്ങളെ കൊണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞ് ചെയ്യൂ എന്ന് പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങൾ ചെയ്യുക തന്നെ വേണം. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോലെ ഞാൻ 70+ വാങ്ങിച്ചു തരാം. ആൻഡ് കിട്ടുന്ന സമയത്ത് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക കിട്ടി എന്ന് പറഞ്ഞിട്ട്. എനിവേ, അപ്പൊ ഇതിപ്പോ ഞാൻ നിർത്തുകയാണ്. ബാക്കിയുള്ള ഹോംവർക്ക്, PDF, ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളെല്ലാം ഈ ലെക്ചറിന് താഴെ ഞാൻ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഏതൊക്കെയാണെന്നുള്ളത് അതിലൊരു നോട്ടായിട്ടും വന്നിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വാട്സപ്പ് ചെയ്യാം. ഓക്കെ,
ഈ സെഷൻ കഴിഞ്ഞു. താങ്ക് യു.